ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 37 തുടങ്ങി 43 വരെയുള്ള വാക്യങ്ങളെ വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 37 തുടങ്ങി 41 വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. പിറ്റേന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു, ഗുരോ, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ എനിക്ക് ഏകജാതനാകുന്നു. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവെ നിലവിളിക്കുന്നു. അത് അവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു. പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും? നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്നുത്തരം പറഞ്ഞു. അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ടു, പിടപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു, ബാലനെ സൗഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു. എല്ലാവരും ദൈവത്തിൻ്റെ മഹിമയിൽ വിശ്വസിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷങ്ങളുടെ ഒരു പ്രത്യേകത, എല്ലാ അധ്യായവും സുദീർഘമായ അധ്യായങ്ങളാണ്. പുതിയ നിയമത്തിലെ ഏറ്റവും സുദീർഘമായ അധ്യായം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏതാണ്ട് 11 ഖണ്ഡികകൾ ഇതിനകത്ത് ക്രോഡീകരിച്ചിരിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. 11 ഖണ്ഡികകൾ ഇതിനകത്ത് നൽകുമ്പോൾ 11 വിഷയങ്ങളെ ഇതിനകത്ത് സൂചിപ്പിക്കുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 6 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിനെ അനുഗമിച്ച പുരുഷാരത്തിൽ നിന്ന് ദൈവിക മുൻനിർണയ പ്രകാരം തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർക്ക് യേശു കർത്താവ് അധികാരത്തെ നൽകുന്നതാണ് 1 തുടങ്ങി 6 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. അധികാരത്തെ കൈമാറുന്ന ഒരു യേശുവിനെയാണ് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ പ്രാരംഭം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അധികാരത്തെ പിടിച്ചു വെക്കുന്ന ഒരു രാജാവല്ല, അധികാര കൈമാറ്റം നടത്തുന്ന ഒരു കർത്താവിനെയാണ് അതിൻ്റെ ആരംഭത്തിൽ കാണുവാൻ കഴിയുന്നത്. സഭാ നേതൃത്വങ്ങൾക്കും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കോ ലോക നേതൃത്വങ്ങൾക്കുമൊക്കെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു മാതൃകയാണ് യേശുവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2000 വർഷങ്ങൾ കൊണ്ട് ക്രൈസ്തവ മാർഗം ലോകമെമ്പാടും പടർന്നു പിടിച്ചതിൻ്റെ ഒരു കാരണം എന്തെന്നാൽ ക്രിസ്തുവിൻ്റെ ലീഡർഷിപ്പിൻ്റെ ഒരു ഗുണമാണ്. എന്താണ് ക്രൈസ്തവ ലീഡർഷിപ്പിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ ലീഡർഷിപ്പിൻ്റെ പ്രത്യേകത? അധികാരം പിടിച്ചു വെക്കുന്നവനായിരുന്നില്ല, അധികാരം തലയ്ക്ക് പിടിച്ചവനായിരുന്നില്ല, അധികാരം എൻ്റെ കയ്യിൽ തന്നെ എല്ലാ കാലവും ഒതുങ്ങണമെന്ന് ചിന്തിക്കുന്നവനായിരുന്നില്ല. പകരം സകലത്തിൻ്റെ മേലും അധികാരം തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന അധികാര കൈമാറ്റം നടത്തുന്ന യേശുവിനെയാണ് ആദ്യ ഖണ്ഡികയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വീണ്ടും 7 തുടങ്ങി 9 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനും ആശങ്കാകുലനുമായിരിക്കുന്ന ഹെരോദാവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹെരോദാവിൻ്റെ സംശയങ്ങളെയാണ് കാണുവാൻ കഴിയുന്നത്. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം തൊടുന്നതായിരുന്നില്ല. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു സഭയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നതായിരുന്നില്ല. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി ഉണ്ടായിരുന്നതല്ല. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി ഉണ്ടായതായിരുന്നില്ല. യേശു ഒരു സമുദായ നേതാവാകുവാനോ യേശു ഒരു രാഷ്ട്രത്തിന്റെ നേതാവാകുവാനോ അല്ല പരിശ്രമിച്ചത്. യേശു സമൂഹത്തിന്റെ എല്ലാ തുറകളിലും ഉള്ളവരെ യേശുവിന്റെ സുവിശേഷം സ്പർശിച്ചതായി കാണുവാൻ കഴിയും. അതിൽ ചിലർ അസ്വസ്ഥരായി, ചിലർ ആകൃഷ്ടരായി. ഇവിടെ ഹെരോദാവ് യഹൂദനെ അടിമപ്പെടുത്തി വാഴുന്നതായ ഹെരോദാവും കൂടെ യേശുവിന്റെ സുവിശേഷത്താൽ സ്വാധീനിക്കപ്പെടുന്നതിനെ നമുക്ക് അതിൻ്റെ 2-ാം ഖണ്ഡികയിൽ കാണുവാൻ കഴിയും. വീണ്ടും 10-11 തുടങ്ങിയുള്ള ആ ഒരു ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്ര, യേശു കർത്താവിങ്കിൽ നിന്ന് അധികാരം വാങ്ങി കടന്നുപോയ ശിഷ്യന്മാർ മടങ്ങി യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവരുടെ ശുശ്രൂഷയുടെ റിപ്പോർട്ട് നൽകുന്നതായിട്ടുള്ള അവരുടെ ശുശ്രൂഷയിൽ ദൈവിക പ്രവർത്തികൾ വെളിപ്പെട്ടതിനെ അവർ ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കുന്നത്, കർത്താവിന് കണക്ക് ബോധിപ്പിക്കുന്നതിനെയാണ് അതിൻ്റെ 10-11 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വീണ്ടും അതിൻ്റെ 12 തുടങ്ങി 17 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ
തൃപ്തരാക്കുകയാണ്. തൻ്റെ പ്രസംഗം കേൾക്കുവാൻ കടന്നു വന്നവരെ പ്രസംഗം കേൾപ്പിച്ച് പറഞ്ഞു വിടുന്ന ഒരു യേശുവല്ല, അവരെ തൃപ്തരാക്കി പറഞ്ഞു വിടുന്ന ഒരു യേശുവാണ്. ഇന്ന് രാത്രികാലം ഞാൻ ദൈവവചനവുമായി ഇതിനകത്ത് നിൽക്കുമ്പോൾ വളരെ ധൈര്യത്തോടുകൂടി ഞാൻ പറയാ, ഒരു പ്രഭാഷണം കേട്ട് ഇന്ന് രാത്രി നിങ്ങൾ മടങ്ങത്തില്ല, ഒരു വചനത്തിന്റെ ചാതുര്യം കേട്ട് ഇന്ന് രാത്രി നിങ്ങൾ മടങ്ങത്തില്ല. പകരം നിങ്ങളുടെ ആർത്തി അറിഞ്ഞ്, നിങ്ങളുടെ ആകുലതകൾ അറിഞ്ഞ് സ്വർഗം ഈ രാത്രി നിങ്ങളെ തൃപ്തരാക്കുമെന്ന് അറിഞ്ഞുകൊള്ളണം. കാരണം ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന യേശു ഒരു പ്രഭാഷകൻ മാത്രമായിരുന്നില്ല, പകരം തൻ്റെ പ്രഭാഷണ മുറ്റത്ത് കടന്നു വരുന്ന ഓരോരുത്തൻ്റെയും ആവശ്യവും അവസ്ഥയും അറിഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് അവനെ തൃപ്തനാക്കി മടക്കി അയക്കുന്നവനായിരുന്നു. അതിനനന്തരമായി 18 തുടങ്ങി 27 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ തനിച്ച് പ്രാർത്ഥിക്കുവാൻ കടന്നു പോകുന്ന, പ്രാർത്ഥനയിൽ ഏകാന്തതയിൽ സമയം ചെലവഴിക്കുന്ന യേശുവിനെയാണ് കാണുവാൻ കഴിയുന്നത്. വീണ്ടും 28 തുടങ്ങി 36 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ യോഹന്നാനെയും പത്രോസിനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് താബോർ മലയുടെ മുകളിലേക്ക് കടന്നുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി മുഖഭാവം മാറി. യേശു കർത്താവ് ഏലിയാവിനോടും മോശയോടും സംഭാഷിക്കുന്ന ഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനുശേഷമുള്ള ഖണ്ഡികയാണ് നാം വായിച്ചത്. 37 തുടങ്ങി 45 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ചന്ദ്രരോഗം പിടിച്ചതായിട്ടുള്ള ഒരു ലുനാറ്റിക് പേഷ്യന്റിനെ കർത്താവ് സൗഖ്യമാക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയാം. അതിനനന്തരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അത്ര സുഖകരമായ കാര്യങ്ങളല്ല. അതിനനന്തരമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശിഷ്യന്മാരുടെ ഇടയിൽ വലിപ്പച്ചെറുപ്പങ്ങൾ പറയുകയാണ്. ഞങ്ങളിൽ ആരാണ് വലിയവനെന്ന് അവരിൽ തർക്കങ്ങൾ ഉണ്ടാകുന്ന സംഗതികളെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിൽ ആരാണ് വലിയവനെന്നുള്ള സംശയം ഉടലെടുക്കുമ്പോൾ ആരാണ് വലിയവനെന്ന് യേശു അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. അതിനടുത്തതായി 49 തുടങ്ങി 50 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അടുത്ത ശിഷ്യന്മാരുടെ കുഴപ്പത്തെയാണ് പറയുന്നത്. എന്താണ്? ഞങ്ങളല്ലാത്ത വേറൊരുവൻ ഈ ശുശ്രൂഷയും ഭൂതങ്ങളെ പുറത്താക്കുന്നതോ യേശുവിൻ്റെ നാമവും ഒക്കെ എടുക്കുന്നത് കണ്ടിട്ട് അസൂയ പൂണ്ട ശിഷ്യന്മാരുടെ അസൂയയാണ് കാണുവാൻ കഴിയുന്നത്. ഒന്നാമത് ശിഷ്യന്മാരുടെ അകത്തുള്ളതായ അസ്വസ്ഥതകൾ, 2 പുറത്തുള്ളവരോടുള്ള അസ്വസ്ഥതകൾ, അതാണ് പറയുന്നത്. വീണ്ടും അടുത്തതായി 51 തുടങ്ങി 56 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ തങ്ങളെ അംഗീകരിക്കാത്ത പട്ടണത്തെ, തങ്ങളെ ഉൾക്കൊള്ളാത്ത ശമരിയ പട്ടണത്തിനെതിരെ പ്രതികാര ചിന്തയോടുകൂടി സംസാരിക്കുന്ന ശിഷ്യന്മാർക്ക് ഇടിമക്കളെന്ന് പേര് വീഴുന്ന അനുഭവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വീണ്ടും 57 തുടങ്ങി 62 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരുവൻ യേശുവിനെ അനുഗമിക്കുമ്പോൾ, കർത്താവിൻ്റെ ശിഷ്യനായി തീരുമ്പോൾ അവനുണ്ടായിരിക്കേണ്ട യോഗ്യതകളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിനകത്ത് നമുക്ക് യേശുവിൻ്റെ ഗുണങ്ങളെ കാണുവാൻ കഴിയും. 2, ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നാൽ അവന് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളെ കാണുവാൻ കഴിയും. 3, യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്ന ശിഷ്യഗണത്തിന് ഉണ്ടാകേണ്ടതായ യോഗ്യതകളെ നമുക്ക് കാണുവാൻ കഴിയും. നോക്കൂ, അവസാന ഭാഗം 46 തുടങ്ങി 62 വരെയുള്ള വാക്യങ്ങൾ പറയുമ്പോൾ യേശു കർത്താവ് അവിടെ തൻ്റെ, അല്ലെങ്കിൽ ആ ഭാഗം യേശുവിൻ്റെ ശിഷ്യന്മാരുടെ സാധാരണമായ കുഴപ്പങ്ങളെയാണ് പറയുന്നത്. അവരുടെ ഇടയിലെ വലിപ്പച്ചെറുപ്പങ്ങൾ, മറ്റുള്ളവരോട് തോന്നുന്ന അസൂയ, തങ്ങളെ അംഗീകരിക്കാതെ വരുമ്പോൾ ഉളവായി വരുന്നതായ പ്രതികാര, ക്രിസ്തുവിൻ്റെ സുവിശേഷം മുഖാന്തരമായി പലതും വിട്ടുകളയേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നതായ ആത്മസംഘർഷങ്ങൾ, ഇങ്ങനെ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന അവസ്ഥകളെ അവിടെ പറയുകയാണ്. തിരുവെഴുത്ത് വിശുദ്ധ ബൈബിളിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പുസ്തകത്തിലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ശിഷ്യന്മാരുടെ കുറവുകൾ എഴുതുകയില്ലായിരുന്നോ? കുറവുകൾ മൂടിയേനെ. പക്ഷെ ദൈവത്തിന്റെ വചനം സത്യവേദ പുസ്തകമായിരിക്കുന്നത് കൊണ്ട് മനുഷ്യന്റെ ബലഹീനതകളെയും ബലത്തെയും അതുപോലെ അവിടെ വിവരിച്ചു പറയുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയാം. നമ്മൾ അതിനെ ആഴമായി അങ്ങനെ തുടർന്ന് അപഗ്രഥനം ചെയ്യുന്നില്ല. നമുക്ക് ആ വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരാം. 37 തുടങ്ങി 41 വരെയുള്ള 43 വരെയുള്ള വാക്യങ്ങൾ. അവിടെ 37-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: പിറ്റേന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. ഇവിടെ നമുക്ക് യേശുവിനെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്താണ് ഇവിടെ യേശുവിനെ കാണുമ്പോൾ പ്രത്യേകത? യേശുവിതാ മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. യേശുവിതാ ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി ഞാൻ ഒന്നാമത് യേശുവിനെ പ്രസന്റ് ചെയ്യുമ്പോൾ യേശുവിതാ ഇറങ്ങി വരികയാണ്.
യേശു ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി യേശു ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയോ, അവൻ ഇറങ്ങി വന്നവനാണ്. അവൻ ഇറങ്ങി വന്നവനാണ്. അവൻ സ്വർഗത്തിൽ നിന്ന് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ്. അവൻ പിതാവിൻ്റെ മഹിമകളിൽ നിന്ന് മനുഷ്യൻ്റെ അഴുക്കുചാലിലേക്ക് ഇറങ്ങി വന്നവനാണ്. അവൻ സ്വർഗത്തിൻ്റെ ഉന്നതികളിൽ നിന്ന് ഭൂമിയുടെ താഴ്ചകളിലേക്ക് ഇറങ്ങി വന്നവനാണ്. ഇവിടെ പറയുകയാണ്, ഇതാ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുമേ, ആ താബോർ മലയുടെ അഗ്രത്തിൽ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തേജോമയനായി നിൽക്കുന്ന ക്രിസ്തു, എന്നാൽ ആ മലയുടെ അടിവാരത്ത് ഒരു പുരുഷാരം മുഴുവൻ ആശങ്കാകുലരായി അവർ തർക്കിച്ചും വാദിച്ചും കൊണ്ടിരിക്കുകയാണ്. താഴെ പർവ്വതത്തിന്റെ അടിവാരത്തിൽ ഒരു പുരുഷാരം തർക്കിച്ചും വാദിച്ചും കൊണ്ടിരിക്കുമ്പോൾ മലമുകളിൽ നിന്ന് യേശു ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രികാല എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, സ്വർഗത്തിൽ എവിടെയോ, ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ ഇടയിലോ, ദേവലോകത്തെവിടെയോ ഇരുന്നരുളുന്ന ഒരു ദൈവത്തെ കുറിച്ചല്ല ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. മനുഷ്യന്റെ സങ്കടത്തിലോ മനുഷ്യന്റെ ആകുലതയിലോ ഇറങ്ങി വരുന്ന ഒരു യേശുവിനെയാണ് എനിക്കിന്ന് രാത്രി പറയുവാനുള്ളത്. ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ അടുക്കലോ നിങ്ങൾ എന്തുകൊണ്ടാണ് യേശുവിനെ ഇത്രയധികം സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിനെ സ്നേഹിക്കുന്നതിന്റെ കാരണമാരാഞ്ഞാൽ അവർ പറയുന്നത് ഒരു കാരണം ഇതായിരിക്കാം: ഞങ്ങളുടെ ആകുലതകളിൽ ഇറങ്ങി വന്നവനാണ് ഞങ്ങളുടെ യേശു. അവൻ ദൂരത്തിരുന്നവനല്ല, അവൻ എങ്കിലേക്ക് ഇറങ്ങി വന്നവനാണ് എൻ്റെ യേശുവെന്ന് ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും പറയുവാൻ കഴിയുക. തിരുവെഴുത്തിലെ ഓരോ ഭക്തന്റെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അവരുടെ സാക്ഷ്യം ഇതായിരുന്നു: ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. ന്യായാധിപന്മാരുടെ കാലത്തിൽ എഴുന്നേറ്റ് വന്ന ഭക്തയായ ഒരു മാതാവായിരുന്നു ദെബോര. ആ ദെബോര ഒരിക്കൽ പറയുകയാണ്, ഞാൻ യുദ്ധക്കളത്തിലായിപ്പോയി, ശത്രു സൈന്യങ്ങൾ എന്നെ വളഞ്ഞു, വീരന്മാർ എനിക്കെതിരെ പടപൊരുതി, എന്നാൽ വീരന്മാരുടെ നടുവിൽ യഹോവ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു എന്ന് പറയുകയാണ്. സ്തോത്ര. അവിടെ ദെബോര പറയുകയാണ്, യുദ്ധത്തിന്റെ നടുവിൽ ഇറങ്ങി വന്നവരായി ഇരിക്കുന്ന ദൈവ, ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ സഹോദരങ്ങളെ, നിന്റെ യുദ്ധക്കളത്തിൽ ദൂരത്തിരിക്കുന്നവനല്ല കർത്താവ്. നിനക്കെതിരെ ശത്രു പടപൊരുതുമ്പോൾ, നിനക്കെതിരെ ശത്രു വേട്ടയാടുമ്പോൾ, നിനക്കെതിരെ ശത്രു സംഘം ചേരുമ്പോൾ സ്വർഗം ദൂരത്തിരിക്കത്തില്ല, കർത്താവ് ദൂരത്തിരിക്കത്തില്ല. ദെബോര പറയുകയാണ്, വീരന്മാരുടെ നടുവിൽ ദൈവം എനിക്ക് ഇറങ്ങി വരുന്നു. ഈ രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ നിന്റെ യുദ്ധമണ്ഡലങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയാ, ഈ രാത്രി നിന്റെ യുദ്ധമണ്ഡലത്തിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ ശത്രു എത്ര പ്രബലനാകട്ടെ, നിന്റെ ശത്രു എത്ര യുദ്ധവീരനാകട്ടെ, അവൻ സാമ്രാജ്യങ്ങളുടെ അധികാരമുള്ളവനാകട്ടെ, അവൻ പൈശാചിക മണ്ഡലങ്ങളുടെ പിന്തുണയുള്ളവനാകട്ടെ, ഈ രാത്രി അവൻ നിന്റെ തലമുറയ്ക്കെതിരെയോ, ഈ രാത്രി അവൻ നിന്റെ കുടുംബത്തിനെതിരെയോ, ഈ രാത്രി അവൻ നിന്റെ ശുശ്രൂഷയ്ക്കെതിരെയോ, ഈ രാത്രി അവൻ നിന്റെ മാന്യതയ്ക്കെതിരെയോ, ഈ രാത്രി അവൻ നിന്റെ ഏത് മണ്ഡലത്തിനെതിരെ യുദ്ധത്തിന്റെ പടയോടുകൂടെ, യുദ്ധത്തിന്റെ പോർവിളിയോടുകൂടെ അവൻ നിനക്കെതിരെ കയറി വരുമ്പോൾ ഈ രാത്രി ഞാൻ വിളിച്ചു പറയാ, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് യേശു ഇറങ്ങി വരികയാണ്. നിനക്കെതിരെ ശത്രു കയറി വരുമ്പോൾ ഈ രാത്രി വിളിച്ചു പറ, സ്വർഗത്തിൽ നിന്ന് ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരിക. എവിടെയൊക്കെ ദൈവജന യുദ്ധത്തെ നേരിട്ടിട്ടുണ്ടോ അവിടെയൊക്കെ സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് ചരിത്രത്തിൽ മാത്രമല്ല, ഇനിയും അതിവേഗത്തിൽ, ഇനിയും അത് ആസന്ന ഭാവിയിൽ ലോകത്തിന്റെ നടുവിൽ യുദ്ധങ്ങൾ ഉണ്ടാകുക. ലോകം എത്രയോ മഹത്തായ യുദ്ധങ്ങളെ കണ്ടോ, ജാതി ജാതിയോട് പോരാടിയ ജാതീയ യുദ്ധങ്ങളെ കണ്ടോ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളെ കണ്ടോ. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ലോകത്തിന്റെ മഹത്തായ രാഷ്ട്രങ്ങൾ ഏറ്റെടുത്ത് രാഷ്ട്രങ്ങൾ രണ്ട് ചേരിയിൽ നിന്നുകൊണ്ട് പിൽക്കാലത്ത് ചെയ്തെടുത്ത വലിയ ലോക മഹായുദ്ധങ്ങളെ കണ്ടോ. അതുകൊണ്ടൊന്നും കാലങ്ങൾ അവസാനിച്ചിട്ടില്ല. ഇനിയും ഈ ലോകത്ത് വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുക. ഇന്നിന്റെ കാലഗതികളിലേക്ക് നോക്ക്. റഷ്യ യുക്രൈനെതിരെ യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യക്ക് പിന്തുണയുമായി ചൈനയും ലോകത്തിലെ അവരോട് ചേർന്ന് കിടപിടിക്കുന്ന രാഷ്ട്രങ്ങളോ ഒന്നു ചേരുമ്പോൾ ഉക്രൈൻ എന്ന ചെറിയ രാഷ്ട്രത്തിന്റെ പിന്നിലേക്ക് യൂറോപ്യൻ യൂണിയനോ ബ്രിട്ടനും അമേരിക്കയോ പിന്നാലെ ചേർന്നുകൊണ്ട് ആയുധങ്ങളെ വാരിയെറിയുമ്പോൾ ലോകം രണ്ട് ചേരിയിലേക്ക് തിരിയുകയാണ്. ലോകം കാതോർക്കുകയാണ് മൂന്നാമതൊരു ലോകമഹായുദ്ധത്തിന് വേണ്ടി. ഈ യുദ്ധങ്ങളുടെ അനന്തരമായിട്ട് യഹൂദന് വിരോധമായി ഒരു യുദ്ധമുണ്ടാകുക. അത് ഹർമഗദോൻ യുദ്ധം എന്നാണ് പറയുന്നത്. കിഴക്കു നിന്ന് രാജാക്കന്മാർ ഇസ്രായേലിലേക്ക് പടവരുതുവാനായി കടന്നു പോകുക. അന്ന് യെരൂശലേമിന് സമീപം ഒഴുകുന്ന യൂഫ്രട്ടീസ് എന്ന നദി വറ്റിപ്പോകുക. യൂഫ്രട്ടീസ് എന്ന നദി വറ്റിപ്പോ
പോകുമ്പോൾ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ യഹൂദനെ നശിപ്പിക്കുവാൻ തക്കവണ്ണ അവിടേക്ക് കടന്നു പോകാം. ആ നാളിൽ യഹൂദൻ ഒറ്റപ്പെടുക, ആ നാളിൽ യെരൂശലേമിന് നേരെ വാടകോരുക, ആ നാളിൽ ലോകത്തിന്റെ ബൃഹത്തായ സകല പടക്കപ്പലുകളോ, ലോകത്തിന്റെ ചീറിപ്പായുന്ന സകല പോർവിമാനങ്ങളോ, സമുദ്രത്തിന്റെ അടിയിലെ അന്തർവാഹിനികളോ യെരൂശലേമിന് ചുറ്റും വട്ടമിട്ട് നിറയോ, അതൊക്കെ യെരൂശലേമിനെതിരെ കയറി വരികയാണ്. പക്ഷേ അന്നാളിൽ യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഒലിവുമലയുടെ നെറുകയിൽ ഇറങ്ങി വരിക. ഈ രാത്രി ഞാൻ വിളിച്ചു പറയാ, യുദ്ധങ്ങളിൽ ഇറങ്ങി വരുന്ന ഒരു യേശു എനിക്കുണ്ട്. ഈ രാത്രി നിന്റെ യുദ്ധ ആത്മമണ്ഡലത്തിലെ യുദ്ധമാകട്ടെ, ഈ രാത്രി നിന്റെ യുദ്ധ സാമ്പത്തിക മേഖലയിലെ യുദ്ധമാകട്ടെ, ഈ രാത്രി നിന്റെ യുദ്ധ സമൂഹത്തിൽ ഉയർന്നു വരുന്ന പോരാട്ടമാകട്ടെ. ഈ രാത്രി ഞാൻ വിളിച്ചു പറയാ, നിന്റെ യുദ്ധങ്ങളിൽ നീ ഏകനല്ല, നിന്റെ പോരാട്ടങ്ങളിൽ നീ ഏകനല്ല. നിന്റെ യുദ്ധങ്ങളിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. ഈ രാത്രി വിളിച്ചു പറ, എന്റെ യുദ്ധങ്ങളിൽ കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വരും. 40-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 40-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു മനുഷ്യൻ താണുതാണ് പോവുകയാണ്. അവൻ എവിടേക്ക്, അവന്റെ അവസ്ഥ എന്താണ്? അവൻ പറയുകയാണ്, ഞാൻ താണതായ ഒരു കുഴിയിലാണ്, കുഴഞ്ഞതായ ഒരു ചേറ്റിലാണ്. എന്താണ് കുഴഞ്ഞതായ ചേറിന്റെ പ്രത്യേകത? ഒരു കുഴഞ്ഞ ചേറിൽ ഒരു മനുഷ്യൻ ഇറങ്ങിയാൽ അവൻ അവിടെ നിന്നൊന്ന് കയറാൻ പരിശ്രമിക്കുക. അവൻ ഒരു കാല് പൊക്കുമ്പോൾ അവന്റെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ എന്താകുക? മറ്റേ കാലിലാകുക. അപ്പോൾ ഈ കാല് പിന്നെയും എന്ത് ചെയ്യോ? അത് താണുപോകോ. അവൻ ആ കാല്, പൊക്കിയ കാല് വീണ്ടും താഴ്ത്തുമ്പോൾ അവൻ പിന്നെയും താഴോ. അവൻ കയറുവാൻ പരിശ്രമിക്കും തോറും അവൻ താണുകൊണ്ടേയിരിക്കോ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ജീവിതത്തിന്റെ ഒരു നാഴികയിൽ താണതായ കുഴിയിലോ കുഴഞ്ഞതായ ചേറ്റിലുമായിരുന്നു. എന്നെ രക്ഷിപ്പാൻ ആരും ഉണ്ടായില്ല. എന്നാൽ ഞാൻ അവിടെ ഇരുന്ന് നിലവിളിച്ചോ. അടുത്ത ഭാഗത്ത് പറയുകയാണ്, അവൻ എങ്കിലേക്ക് ചാഞ്ഞു വന്നോ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, നിന്റെ ബുദ്ധിയുണ്ടോ, നിന്റെ ശക്തി കൊണ്ടോ, നിന്റെ പരിശ്രമം കൊണ്ടോ നിനക്ക് കയറുവാൻ കഴിയാത്ത കുഴികളിൽ ഇറങ്ങി പോകുമ്പോൾ ഈ രാത്രി സ്വർഗം നിനക്ക് വേണ്ടി തുറക്കുക. യേശു നിനക്ക് വേണ്ടി ഇറങ്ങി വരിക. ഇന്ന് രാത്രി നിന്റെ സാമ്പത്തിക മേഖല ഒരു കുഴഞ്ഞ ചേറ് പോലെ, ഇന്ന് രാത്രി നിന്റെ കുടുംബ ജീവിത ഒരു കുഴഞ്ഞ ചേറ് പോലെ, ഇന്ന് രാത്രി നിന്റെ വിദ്യാഭ്യാസ ഒരു കുഴഞ്ഞ ചേറ് പോലെ, ഇന്ന് രാത്രി നിന്റെ ശുശ്രൂഷ ഒരു കുഴഞ്ഞ ചേറ് പോലെ, കയറാൻ തോന്നുന്തോറും ഇറങ്ങി പോകുന്ന, പരിശ്രമിക്കും തോറും താണുപോകുന്ന, ജീവിതത്തിന്റെ ഏത് ഗതികെട്ട അവസ്ഥയായിരുന്നാലോ, ജീവിതത്തിന്റെ ഏത് വഴിമുട്ടിയ അവസ്ഥയായാലോ, ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു അവൻ ആ കുഴിയിലേക്ക് ഇറങ്ങി വരോ. നിന്റെ കാലുകൾ ഊന്നി നിനക്ക് കയറാൻ കഴിയാത്തപ്പോൾ യേശു കരം നീട്ടോ, നിന്നെ വലിച്ചെടുക്കോ. ഈ രാത്രി ഇതിനകത്തിരുന്നോ, സമീപത്തിരുന്നോ, ഞങ്ങളെ കേൾക്കുന്ന ഏതെങ്കിലും സ്നേഹിതരോ സഹോദരങ്ങളോ ജീവിതത്തിൽ സാമ്പത്തികമായോ സാമൂഹികമായോ കുടുംബ പശ്ചാത്തലത്തിലോ എത്ര പരിശ്രമിച്ചിട്ടോ കയറാൻ കഴിയാതെ വേണ്ട പിന്നെയും താണുപോകുന്ന ജീവിതത്തിലെ ഏതോ ശാപമാണ്, പിതാക്കന്മാരുടെ ഏതോ ദോഷമാണ്, ജന്മനാളിന്റെ ഏതോ പിഴവാണ്, ഗ്രഹം നിലയുടെ ഏതോ പിഴവാണ് എന്ന് പറഞ്ഞ് ജീവിതം വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ ഈ രാത്രി ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുകയാണ്, നിന്റെ കുഴഞ്ഞ അവസ്ഥയിലേക്ക്, നിനക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവ അവിടെ ഇറങ്ങി വന്ന് നിന്നെ വലിച്ചു പോക്കി, നിന്നെ വലിച്ചു കയറ്റി, നീ താഴാതെ വേണ്ട, നിന്നെ ഉറപ്പുള്ള പാറയിൽ നിർത്തുവാൻ തക്കവണ്ണ, നിന്റെ അവസ്ഥ മാറ്റുവാൻ, നിന്റെ നില മാറ്റുവാൻ, നിന്റെ നിലവാരം മാറ്റുവാൻ കഴിയുന്ന ഒരു യേശുവുണ്ട്. ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് ഇറങ്ങി വരുന്ന ഒരു യേശുവിനെയാണ്. ഇന്ന് രാത്രി പറഞ്ഞാട്ട്, എനിക്കായി ഇറങ്ങി വരുന്ന ഒരു യേശു, the Lord who descended for me. ഈ രാത്രി ചിലർക്ക് വേണ്ടി യേശു ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുക, ഈ രാത്രി ദൈവം ചിലർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രിയാണ്. ഈ രാത്രി യേശു ചിലർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രിയാണ്. നിന്നെ കൈപിടിച്ചുയർത്താൻ, ആ താണതായ കുഴിയിൽ നിന്ന്, ആ കുഴഞ്ഞതായ ചേറ്റിൽ നിന്ന് നിന്നെ കൈപിടിച്ചുയർത്താൻ ഇന്ന് രാത്രി എന്റെ യേശു ഇറങ്ങി വരികയാണ്. വിശ്വസിക്കുക, അത് ഈ ദേശത്തിൽ നടക്കട്ടെ, അത് ഈ ദേശത്തിലെ ഓരോ കുടുംബങ്ങളിലും. യേശു കർത്താവ് തന്നെ താൻ പരിചയപ്പെടുത്തുകയാണ്. എന്താണ് യേശു കർത്താവ് തന്നെ താൻ പരിചയപ്പെടുത്തുന്നത് അറിയാമോ? സ്തോത്ര. യേശു കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാണ്. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്ന് പറയാ, ദൈവം ഒരു മനുഷ്യന് നൽകുന്ന
അപ്പ ഗ്യാലറിയിൽ ഇരുന്ന് കാണുന്ന കളിയല്ല. ഗ്യാലറിയുടെ പവലിയന്റെ ഏറ്റവും ടോപ്പിലിരുന്ന് ബൈനോക്കുലറിൽ കൂടെ നിരീക്ഷണം നടത്തുകയല്ല. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യന് ജീവനെ കൊടുക്കുന്നതാണ്. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാണ്. എന്നിട്ട് അതിന്റെ 41-ാം വാക്യത്തിൽ യേശു തന്നെത്താൻ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് പറയുകയാണ്. യേശു പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഒരിക്കലും ഒരു അപ്പം ഇറങ്ങി വന്നാൽ അപ്പത്തിൻ്റെ വില പോകും. ഒരു അപ്പം താഴോട്ട് പോയാൽ എന്ത് ചെയ്യോ? അപ്പത്തിൻ്റെ വില പോകും. നിങ്ങളുടെ മേശയിലിരിക്കുന്ന ഒരു അപ്പത്തെ എടുത്ത് താഴോട്ടൊന്ന് ഇട്ട് നോക്ക്. അപ്പം പിന്നെ ആരെങ്കിലും കൈകൊണ്ടെടുക്കുവോ? അപ്പം പിന്നെ ആരെങ്കിലും ഭക്ഷിക്കുവോ? ഇല്ല. അപ്പത്തിൻ്റെ വില മേശയുടെ മേളിൽ ഇരിക്കുമ്പോഴാ. അപ്പം താഴെ വീണ് കഴിഞ്ഞാൽ അപ്പത്തിന് വിലയില്ലാതാകുക. യേശു കർത്താവ് പറയുക, സ്വർഗത്തിലെ മേശയിലിരുന്ന അപ്പമാകുന്ന ഞാൻ ഇതാ ഇവിടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മേശയിലിരിക്കുന്ന ഒരു അപ്പ നിങ്ങളെടുത്ത് നിലത്തിടുവോ? നിലത്തിടത്തില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം അതെടുത്ത് നിലത്തിട്ടോ. എന്താണ് കാരണം? സ്വർഗത്തിന്റെ മേശയ്ക്ക് കീഴെ ഭൂമിയുടെ പരപ്പിൽ അനേകർ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞു തിരിയുന്നത് കണ്ട് സ്വർഗത്തിലെ അപ്പത്തെ നുറുക്കിയെടുത്ത് പിതാവായ ദൈവ ഭൂമിയിലേക്ക് എറിഞ്ഞോ. അതുകൊണ്ടാണ് യേശു കനാന്യ സ്ത്രീയുടെ അടുക്കൽ തിരികെ നോക്കിയിട്ട് പറഞ്ഞു, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് എടുത്തു കൊടുക്കത്തില്ലെന്ന്. കനാന്യ സ്ത്രീ യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, അത് സത്യം തന്നെയാണ്. പക്ഷേ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകളുണ്ടല്ലോ, അത് നായ്ക്കുട്ടികൾ തിന്നോ. അവൾ എന്താണ് പറഞ്ഞതെന്നറിയാമോ? യേശുവേ, നിന്നെക്കുറിച്ച് എനിക്കൊരു വെളിപ്പാടുണ്ട്. നീ സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്വർഗോന്നതികളിൽ ഇരുന്ന അപ്പമാണ്. പക്ഷേ നീ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ കാൽവറിയുടെ ഗിരിമുകളിൽ ഗബത്തയുടെ കൽത്തളത്തിൽ യഹൂദന്മാരുടെ ചാട്ടവാർ അടികൾ വീഴുമ്പോൾ, പീലാത്തോസിന്റെ കൽപ്പന പുറപ്പെടുമ്പോൾ നിന്നെ ക്രൂശിച്ചു കൊല്ലോ. അവിടെ നിന്റെ ശരീരം നുറുക്കപ്പെടോ. അവിടെ നിന്റെ മാംസകഷണങ്ങൾ ചിതറോ. അത് ജാതികളെന്ന്, നായ്ക്കുട്ടികളെന്ന്, നായ്ക്കളെന്ന് യഹൂദൻ വിളിക്കുന്ന ലോകത്തിലെ ശേഷമുള്ള ജാതികളില്ലേ, അവരെല്ലാവരും അത് പെറുക്കി തിന്നുമെന്ന് പറഞ്ഞു. യേശു അവളെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാണ് വിശ്വാസ. ഞാൻ സ്വർഗത്തിൽ ഇരിക്കുന്നവനല്ല, ഞാൻ അവൾക്ക് വേണ്ടി ഇറങ്ങി വന്നവനാണെന്ന് ഇതാ അവൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നോ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, ഞാൻ പ്രസംഗിക്കുന്ന യേശു മേശയിൽ നിന്ന് നിലത്ത് വീണ് നുറുക്കപ്പെടുന്ന അപ്പമാണ്. എന്തിന്? മേശയുടെ താഴെ ചുറ്റിപ്പറ്റി നടക്കുന്ന നായ്ക്കുട്ടികളെ പോലെ ആരും ഗണ്യമാക്കാതെ ആട്ടിക്കളയപ്പെടുന്ന അവസ്ഥകളിൽ ചിതറിക്കിടക്കുന്നവർക്ക് വേണ്ടി നുറുക്കപ്പെടുന്നതായ അപ്പ ഈ രാത്രി വിശ്വസിച്ചാട്ട് യേശു ഇറങ്ങി വരുന്ന അപ്പമാ. മേശയുടെ മുകളിൽ ഒരു ഷോ ഓഫിൽ ഇരിക്കുന്ന അപ്പമല്ല, അവൻ ഇറങ്ങി വന്ന് നുറുക്കപ്പെടുന്ന അപ്പമാണ്. നോക്കൂ, യേശു അവിടെ പറയുകയാണ്, ഞാൻ ഇറങ്ങി വരുന്ന അപ്പമാണ് എന്ന് പറയുകയാണ്. സ്തോത്ര. വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചാൽ യേശു പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്നാൽ അതിനെക്കുറിച്ച് എന്താണ് യേശു പറയുന്നത്? സ്തോത്ര. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് പറയുകയാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇവിടെ ഒരു വെളിച്ചത്തെ കുറിച്ച് പറയുകയാണ്. ആ വെളിച്ചം എന്ത് ചെയ്യുകയാണ്? ആ വെളിച്ചം ലോകത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ആ വെളിച്ചം ലോകത്തിലേക്ക് ഇറങ്ങി വരികയാണ്. വെളിച്ചം ഇറങ്ങി വരികയാണ്. യേശു തന്നെത്താൻ വെളിച്ചമായി പ്രസന്റ് ചെയ്യുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, വെളിച്ചം ഇറങ്ങി വരികയാണ്. നോക്കൂ, യുദ്ധങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം. നോക്കൂ, കുഴഞ്ഞതായ ചേറ്റിൽ ഇറങ്ങി വരുന്നതായ ദൈവം. നോക്കൂ, അപ്പമായ ദൈവം ഇറങ്ങി വരുന്നു. നോക്കൂ, വെളിച്ചമായവൻ ഇറങ്ങി വരുന്നു. ഇവിടെ ഏത് ഭാഗങ്ങളിലേക്ക് നോക്കിയാലോ കർത്താവ് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇറങ്ങി വരുന്നതായിട്ടുള്ള ഒരു ദൈവ. സ്തോത്ര. ഇറങ്ങി വരുന്നതായ ദൈവ. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ
അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറയുകയാണ്. ഇവിടെ എന്താണ് നമുക്ക് യേശുവിനെ കാണുവാൻ കഴിയുന്നത്? യേശു തന്നെത്താൻ താഴ്ത്തി എന്നാണ് പറയുന്നത്. യേശു ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, യേശുവിനെ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ യേശു എന്ത് ചെയ്യുകയാണ്? താഴ്ത്തുകയാണ്. അതാണ് പറഞ്ഞത്, യേശു മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ നിന്ന് തന്നെത്താൻ താഴ്ത്തുകയാണ്, ഇറങ്ങി വരികയാണ്. ക്രൂശിലെ മരണത്തോളം അവൻ തന്നെത്താൻ താഴ്ത്തുന്ന കർത്താവാണ്. ഈ രാത്രി വിശ്വസിക്ക്, നിനക്ക് വേണ്ടി താണിറങ്ങി വരുന്ന, നമുക്ക് വേണ്ടി താണിറങ്ങി വരുന്ന ഒരു യേശുവിനെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. നമുക്ക് വേണ്ടി താണിറങ്ങി വരുന്നതായ ഒരു യേശു. ഇന്ന് രാത്രി വിശ്വസിക്ക്, നമുക്ക് വേണ്ടി താണിറങ്ങി വരുന്നതായ യേശു. സഹോദരങ്ങളെ, യേശു എവിടെ വരെയാണ് താണത്? നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ പറയുക, ഞാൻ ഭൂമിയോളം താണെന്ന് പറയുക. നമ്മൾ ഭൂമിയോളം താണോ? പക്ഷേ ഏതൊരു മനുഷ്യനോ ഭൂമിയോളം മാത്രമേ താണിട്ടുള്ളൂ. തൻ്റെ മക്കൾക്ക് വേണ്ടി ഭൂമിയോളം താണ അപ്പനെ കാണാൻ കഴിയോ? തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭൂമിയോളം തന്നെ മാതാവിനെ കാണാൻ കഴിയോ? തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഭൂമിയോളം താണ ഭർത്താവിനെ കാണാൻ കഴിയോ? തൻ്റെ ഭർത്താവിന് വേണ്ടി ഭൂമിയോളം താണ ഭാര്യയെ കാണാൻ കഴിയോ? പക്ഷേ ഇവിടെ കർത്താവായ യേശു ഭൂമിയോളം അല്ല താണത്. എഫെസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അവൻ കയറി എന്നതിനാൽ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? യേശു എവിടെ വരെ ഇറങ്ങി? ഭൂമിയോളമല്ല അവൻ താണത്, ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് അവൻ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് അവൻ ഇറങ്ങിപ്പോയി. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? സ്തോത്ര, ശബത്തിന്റെ തലേന്നാൾ യേശുവിനെ ക്രൂശിച്ച് കാൽവറിയിൽ ക്രൂശിച്ചു കൊന്നു. അരിമത്തിയിലെ യോസഫ് യേശുവിന്റെ ശരീരമെടുത്ത് നിക്കോദീമോസിനോട് ചേർന്ന് ശീലയിൽ പൊതിഞ്ഞ് കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു. 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റ് കല്ലറകളെ തുറന്ന് റോമൻ മുദ്രകളെ പൊട്ടിച്ച് പടയാളികളെ ഉറക്കിക്കളഞ്ഞ് കല്ലുകളെ ഉരുട്ടി മാറ്റി യേശു എഴുന്നേറ്റ് വന്ന് ശീലകളെ ചുറ്റി മാറ്റി വെച്ചിട്ട് താൻ 40 നാളോളം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. സ്തോത്ര, അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഒരു 3 ദിവസത്തെ ഗ്യാപ്പിനെ നമുക്ക് കാണാൻ കഴിയാം. യേശു എന്ത് ചെയ്യുകയായിരുന്നു ആ സമയ? യേശു എവിടെയായിരുന്നു ആ സമയ? ലോകം പറഞ്ഞോ യേശുവിൻ്റെ കഥ കഴിഞ്ഞെന്ന്. ലോകം പറഞ്ഞോ ആ നസറായൻ തോറ്റുപോയെന്ന്. പുരോഹിതന്മാരും മതനേതൃത്വവും പറഞ്ഞോ അവൻ്റെ കളി തീർന്നെന്ന് പറഞ്ഞു. പക്ഷേ ആ 3 ദിനരാത്രങ്ങളിൽ യേശു എവിടെയായിരുന്നോ? അതിനെക്കുറിച്ച് പിൽക്കാലത്ത് എഴുതി വെച്ചോ. അവൻ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. എന്തിനാണ് അവൻ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയത്? അതിന്റെ മുകൾ വാക്യത്തിൽ പറയുകയാണ്, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറിപ്പോയി. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു, സഹോദരങ്ങളെ, ഒരു മനുഷ്യന് വേണ്ടി, ഒരു മനുഷ്യന്റെ ബന്ധനത്തിൽ ദൈവം എവിടെ വരെ താഴോ? ദൈവം ഭൂമി വരെ താഴുന്നവനല്ല. എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഒരുപക്ഷെ ഭൂമി വരെ താണേക്കോ, നമ്മുടെ സഹോദരങ്ങൾ ഭൂമി വരെ താണേക്കോ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു, അവൻ ഭൂമി വരെയല്ല താഴുന്നത്, ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി, പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് പാതാളത്തിന്റെ അടിമത്വത്തിൽ ബദ്ധരായിരുന്ന മനുഷ്യരെ യേശു കർത്താവ് വിടുവിച്ചോ. എന്നിട്ട് അവരുടെ കൈക്ക് പിടിച്ചോ. ശത്രു പൂട്ടിയിട്ട കാരാഗ്രഹ വാതിലുകൾ, മരണത്തിന്റെ വാതിലുകൾ, പാതാളത്തിന്റെ വാതിലുകൾ യേശു തള്ളി തുറന്നകത്തു കയറി അതിനകത്ത് അടിമകളായിരുന്നവരുടെ കൈവലങ്ങുകളെ അഴിച്ച് യേശുവരെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് യേശു ഉയരത്തിലേക്ക് കയറിപ്പോയി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതം പാതാളം വരെ താണുപോയാലോ, നിന്റെ ജീവിതം ഭൂമിയുടെ അധോ ഭാഗങ്ങൾ വരെ താണുപോയാലോ, നിന്നെ പൊക്കിയെടുക്കാൻ എന്റെ യേശുവിന് കഴിയോ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്ന യേശു, ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു നിലത്ത് കിടക്കുന്നവനെ ഉയർത്തുന്നത് മാത്രമല്ല, ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് അവൻ ഇറങ്ങിപ്പോയി, പാതാള
പാതാളത്തിലേക്ക് അവൻ ഇറങ്ങിപ്പോയി. ഇന്ന് രാത്രി ഇനി രക്ഷപ്പെടത്തില്ല, ഞാൻ രക്ഷപ്പെടത്തില്ല, ഞാൻ പാതാളത്തോളം ഇറങ്ങിപ്പോയെന്ന് ഒരുപക്ഷെ നിനക്ക് തോന്നി. എന്നാൽ ഈ രാത്രി ഞാൻ പറയുകയാണ് സഹോദരങ്ങളെ, നീ പാതാളത്തോളം ഇറങ്ങിപ്പോയാൽ നിന്റെ കർത്താവിന് നിന്നെ കയറ്റിക്കൊണ്ടുവരാൻ കഴിയുക. ഒരു പക്ഷേ നിന്റെ കുടുംബജീവിതം ഇന്ന് പാതാളത്തിലായിരിക്കുക. ഒരു പക്ഷേ നിന്റെ സാമ്പത്തിക അവസ്ഥ ഇന്ന് ഭൂമിയുടെ അധോഭാഗത്തിലായിരിക്കുക. നിന്റെ പ്രതീക്ഷകൾ ഭൂമിയുടെ അധോഭാഗത്തിലായിരിക്കുക. നിന്റെ ആരോഗ്യ ഭൂമിയുടെ അധോഭാഗത്തിലായിരിക്കുക. ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി ഭക്തന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി. പാതാളത്തോളം താണുപോയവനെ സ്വർഗത്തോളം ഉയർത്തുന്ന യേശു ഈ രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്. പാതാളത്തോളം താണുപോകുന്നവനെ സ്വർഗത്തോളം ഉയർത്തുന്ന യേശു ഇന്ന് രാത്രി നിന്റെ താഴ്ച, ഇന്ന് രാത്രി നിന്റെ തകർച്ച, ഇന്ന് രാത്രി നിന്റെ നിന്ന, ഇന്ന് രാത്രി നിന്റെ ശാപ, ഇന്ന് രാത്രി നിന്റെ കഷ്ടം അത് പാതാളത്തോളം താണാല് യേശുവിനത് സ്വർഗത്തോളം ഉയർത്തുവാൻ കഴിയാ. വിശ്വസിക്ക്, എന്റെ ദൈവം ഇറങ്ങി വരുന്നവനായ യേശു കരമുയർത്തി സ്വർഗത്തിന് ഒരു മഹത്വം കൊടുത്തേ. എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന യേശു, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന യേശു. ഇതാ 37-ാം വാക്യം പറയുകയാണ്, അവിടെ ആ മലയുടെ താഴ്വാരത്തിൽ വലിയ സംഘർഷം നടക്കുമ്പോൾ സ്തോത്ര കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. കർത്താവ് എന്ത് ചെയ്യുകയാണ്? കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി വിശ്വസിക്ക്, എൻ്റെ വീട്ടിലേക്കായി യേശു ഇറങ്ങി വരികയാ. ഈ രാത്രി വിശ്വസിക്ക്, എൻ്റെ വിഷയങ്ങളിലേക്കായി യേശു ഇറങ്ങി വരികയാ. ഈ രാത്രി വിശ്വസിക്ക്, എൻ്റെ ഗതികേടിലേക്കായി യേശു ഇറങ്ങി വരികയാ. ഈ രാത്രി വിശ്വസിക്ക്, എൻ്റെ സങ്കടത്തിലേക്ക് യേശു ഇറങ്ങി വരികയാ. എൻ്റെ രോഗക്കിടക്കയിലേക്ക് യേശു ഇറങ്ങി വരികയാ. 136-ാം സങ്കീർത്തനം 23-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടി, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ, who remembered us in our lowest state. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നിന്റെ താഴ്ചയിൽ ആരും നിന്നെ ഓർത്തില്ലെങ്കിൽ ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു, ഈ രാത്രി ഞാൻ ഉയർത്തി പറയുന്ന യേശു, ഈ രാത്രി ഞാൻ പരിചയപ്പെടുത്തുന്ന യേശു നിന്റെ ജീവിതത്തിന്റെ താഴ്ചകളിൽ എല്ലാവരും നിന്നെ കൈവിട്ടാൽ, എല്ലാവരും നിന്നെ മറന്നുപോയാൽ, എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാൽ നിനക്ക് വേണ്ടി ആ താഴ്ചയിൽ ഇറങ്ങി വരാ. നിനക്ക് വേണ്ടി ആ താഴ്ചയിൽ ഇറങ്ങി വരാ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, സ്വർഗ മഹിമകളെ വിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവസിംഹാസനത്തെ വിട്ട് ഭൂമിയിലെ മരക്കുരിശോളം ഇറങ്ങി വന്നവൻ, സ്വർഗത്തിലെ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നവൻ, കള്ളന്മാരുടെ നടുവിൽ കിടക്കത്തക്കവണ്ണ താഴെ ഇറങ്ങി വന്നവൻ, സ്വർഗത്തിന്റെ തേജസ്സിൽ വിരാജിച്ചവൻ, ഒരു കാലിത്തൊഴുത്തിലെ ഒരു പശുത്തൊട്ടിയിലെ പുൽക്കൂട് വരെയും ഇറങ്ങി വന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിന്റെ വിഷയത്തിൽ ദൈവം ഇറങ്ങി വരാതിരിക്കുമോ? ഈ രാത്രി വിശ്വസിക്കുക, ഈ രാത്രി ഏറ്റുപറ, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വരോ. ഈ രാത്രി ഉറക്കപ്പറ, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വരോ. എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നതായിട്ടുള്ള ദൈവം, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നതായിട്ടുള്ള ദൈവം. എനിക്കൊരു അല്പം കൂടെ മോണിറ്റർ തന്നാലൊരു സഹായമാണ്, ഒരു ഇച്ചിരി കൂടെ മോണിറ്റർ തരണേ. സ്തോത്രം. ഇടയ്ക്ക് ഇതിൻ്റെ ഒന്ന് കോൺസ്റ്റന്റ് ആയിരിക്കണം, ഇടയ്ക്ക് കുറയ്ക്കാതെ നോക്കണേ. അവൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. 37-ാം വാക്യത്തിൽ പറയുകയാണ്, ഇറങ്ങി വരുന്നതായ യേശു. ഇങ്ങനെ യേശു ഇറങ്ങി വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നറിയാമോ? യേശു ഇറങ്ങി വരുമ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റോ. ബഹുപുരുഷാരം അവനെ എതിരേറ്റോ. ഒരു പ്രത്യേക വിഭാഗമല്ല, ബഹുപുരുഷാരം അവനെ എതിരേറ്റോ. ഞാനതിനെ ഒത്തിരി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയട്ടെ, യേശുവിനെ സ്വീകരിക്കുന്നവരിൽ പല വിധത്തിലുള്ളവരുണ്ടാകുക. ബഹുപുരുഷാരം അവനെ എതിരേറ്റോ. ചിലർ അത്ഭുതം കാണാൻ വേണ്ടി എതിരേറ്റവരാ, ചിലർ അപ്പം കിട്ടുമോന്ന് ചിന്തിച്ച് എതിരേറ്റതാ, ചിലർ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി എതിരേറ്റവരാ. എന്തായിരുന്നാലും ബഹുപുരുഷാരം എതിരേറ്റോ. പക്ഷേ അതിൻ്റെ മറ്റൊരു വശം ഞാൻ പറയട്ടെ, യേശു ഒരു ദേശത്തിറങ്ങിയാൽ ബഹുപുരുഷാരം അവനെ എതിരേൽക്കാം. യേശു ഒരിക്കലും പെന്തക്കോസുകാരുടെ സ്വീകരണം മേടിക്കാൻ വരുന്നവനല്ല. യേശു ഒരിക്കലും കത്തോലിക്കക്കാരുടെ സ്വീകരണം മേടിക്കാൻ വരുന്നവനല്ല. യേശു ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വീകരണം മേടിക്കാൻ വരുന്നവനല്ല. യേശു
യേശു ഒരിക്കലും ഒരു കുടുംബയോഗക്കാരുടെ സ്വീകരണം മേടിക്കാൻ വരുന്നവനല്ല. പകരം യേശു കടന്നു വന്നാൽ ആ ദേശത്തിലെ പണ്ഡിതനെയും പാമരനെയോ, എളിയവനെയും ദരിദ്രനെയോ, സമ്പന്നനെയും ഒറ്റപ്പെട്ടവനെയോ, കുടുംബക്കാരനെയും ഭ്രഷ്ടനെയോ എല്ലാവരെയും യേശു ചേർത്ത് പിടിക്കാം. അതുകൊണ്ട് യേശു ഇറങ്ങി വരുമ്പോൾ സ്തോത്ര, യേശു ഒരു സമുദായ നേതാവായിട്ടല്ല, യേശു ഒരു മതപ്രമാണിയായിട്ടല്ല, യേശു ഒരു കുടുംബത്തിന്റെ തലതൊട്ടപ്പനായിട്ടല്ല. യേശു ആ ദേശത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ സ്തോത്ര, എല്ലാവരും യേശുവിനെ കാണാൻ കടന്നു പോവുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി മെസ്സി ഇവിടെ വരുന്നെന്ന് പറഞ്ഞാൽ അർജന്റീനയുടെ ആരാധകരെല്ലാവരും ഇവിടെ ഓടിക്കൂടുമായിരിക്കുക. പോർച്ചുഗീസുകാരൊക്കെ, പോർച്ചുഗലിന്റെ ആരാധകരോ സ്തോത്രം ബ്രസീലിന്റെ ആരാധകരോ ഒക്കെ ഒന്ന് ദൂരമേ നിന്ന് നോക്കിയാലോ അത്ര ആരവം കാണത്തില്ല. കാരണം മെസ്സിക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞത് അർജന്റീനയുടെ ആരാധകരെ മാത്രമാണ്. പക്ഷേ എൻ്റെ യേശുവിനെ ആരാധിക്കാൻ കഴിഞ്ഞത് ഏഷ്യയിലും ആഫ്രിക്കയിലോ യൂറോപ്പിലോ അമേരിക്കയിലോ ലോകത്തും മാനവരാശി എവിടെയൊക്കെ ജീവിക്കുന്നോ 5 വൻകരകളിലോ യേശുവിൻ്റെ കരുണയുടെ സ്പർശന, യേശുവിൻ്റെ ദയയുടെ സ്പർശന അവനെ സ്വീകരിക്കാത്തവരാരുമില്ല. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് യേശുവിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ സ്തോത്ര, ലോകത്തിൻ്റെ എല്ലാ ഭാഷകളിലും യേശുവിൻ്റെ വചനം ഇപ്പോഴും മനുഷ്യൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, യേശുവിനെ പോലെ പ്രസംഗിക്കപ്പെട്ട ഒരു നേതാവില്ല, യേശുവിനെ പോലെ പ്രചരിക്കപ്പെട്ട ഒരു നാമമില്ല, യേശുവിനെ പോലെ അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമില്ല, യേശുവിനെ പോലെ മാനവരാശി ഏറ്റെടുത്ത ഒരു വ്യക്തിത്വമില്ല. ബഹുപുരുഷാരം അവനെ എതിരേറ്റോ. പക്ഷെ എൻ്റെ വിഷയം അവിടെയല്ല, അതിനപ്പുറത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പറയുകയാണ് ബഹുപുരുഷാരം അവനെ എതിരേറ്റോ. 38-ാം വാക്യം, കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചോ. അവിടെ പറയുകയാണ് കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചോ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, എപ്പോഴും ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയുക. കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിക്കുക, കൂട്ടത്തിൽ എല്ലാവരും പാട്ടുപാടുകയാ, കൂട്ടത്തിൽ എല്ലാവർക്കും ചിരിയ, പക്ഷെ അതിനകത്ത് ഒരുത്തൻ മാത്രം നിലവിളിക്കുക. കുടുംബത്തിലുള്ളവരെല്ലാം ഡോക്ടർമാരാ, കുടുംബത്തിലുള്ളവരെല്ലാം എഞ്ചിനീയർമാരാ, കുടുംബത്തിലുള്ളവരെല്ലാം അമേരിക്കയില, പക്ഷെ ഒരുത്തൻ മാത്രം എവിടെയോ നിലവിളിക്കുകയാണ്. വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ബെൻസ് ഓടിയുണ്ട്, പക്ഷെ ഒരുത്തൻ മാത്രം നിലവിളിക്കുകയാണ്. തൻ്റെ കുടുംബത്തിൽ ആർക്കുമില്ലാത്ത ഒരു കഷ്ട, തൻ്റെ സമൂഹത്തിൽ ആർക്കുമില്ലാത്ത ഒരു കഷ്ട, കൂട്ടത്തിൽ ഒരുത്തൻ നിലവിളിക്കുകയാണ്. രാത്രി ഞാൻ പറയട്ടെ, പലപ്പോഴും കൂട്ടത്തിൽ ഒരുത്തൻ മാത്രം താണുപോയി. അമ്മേ, ചിലപ്പോൾ മരിക്കാറാകുമ്പോൾ അവൻ്റെ അമ്മ ചോദിച്ചിട്ട് കണ്ണുനീരോടെ ചോദിച്ചേക്കാം, മക്കളെ നീ മാത്രം എന്താടാ ഇങ്ങനെ ആയിപ്പോയത്, കുഞ്ഞെ നീ മാത്രം എന്താടി ഇങ്ങനെ ആയിപ്പോയത്, നിന്റെ കാര്യത്തിൽ മാത്രം എന്താടി ഇങ്ങനെ സംഭവിച്ചത്. ഇന്ന് രാത്രിക്കാര് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചോ, കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചോ. അവൻ നോക്കുമ്പോൾ അവൻ്റെ കൂടെ പഠിച്ചവരിൽ അർമാദിച്ചവർക്ക് ആർക്കും ഈ നിലവിളിയില്ല. അവൻ നോക്കുമ്പോൾ ദൈവത്തെ വിളിക്കാത്തവർക്ക് ആർക്കും ഈ നിലവിളിയില്ല. അവൻ നോക്കുമ്പോൾ ഇതിനേക്കാൾ ദോഷമായി നടക്കുന്നവർക്ക് ആർക്കും ഈ നിലവിളിയില്ല. പക്ഷേ ഇവിടെ ഒരുത്തൻ പറയുകയാണ്, ഒരുത്തനെ കുറിച്ച് തിരുവെഴുത്ത് എഴുതിയിരിക്കുകയാണ്, ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചോ. ഇന്ന് രാത്രി ആ ഒരാൾ ഒരുപക്ഷെ നീ ആയിരിക്കാം. നിന്റെ കുടുംബത്തിൽ ഇങ്ങനെ തകർന്നു പോയ ഒരാൾ നീ മാത്രമായിരിക്കാം. നിന്റെ സമപ്രായക്കാരിൽ ഇങ്ങനെ എങ്ങും എത്താതെ പോയ ഒരാൾ നീ മാത്രമായിരിക്കാം. ഒരുപക്ഷേ 1,00,000 പേരിൽ ഒരാൾക്ക് പിടിക്കുന്ന രോഗം അത് നിനക്ക് മാത്രം പിടിച്ചേക്കാം. ഒരുപക്ഷേ നിന്റെ തലമുറയിൽ ആരും ഇങ്ങനെ നിന്ദിക്കപ്പെട്ട് കാണത്തില്ല. ഒരുപക്ഷേ നിന്റെ കൂടെ സെമിനാരിൽ പഠിച്ചവരിൽ ആരും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇറങ്ങേണ്ടി വന്ന് കാണത്തില്ല. കൂട്ടത്തിൽ ഒരുവൻ നിലവിളിച്ചോ. പക്ഷേ ബൈബിളിൽ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ച ഒരുത്തിനു വേണ്ടി 3 സുവിശേഷങ്ങളിൽ ഒരു പാരഗ്രാഫ് ദൈവം മാറ്റിവെച്ചോ. ഇന്ന് രാത്രി നീ വിശ്വസിച്ചാട്ട് ഒറ്റയ്ക്ക് നിന്ന് നിലവിളിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ നിന്നെ വെട്ടിക്കളഞ്ഞേക്കോ, സമൂഹത്തിൽ നിന്ന് ചിലപ്പോൾ നിന്നെ വെട്ടിക്കളഞ്ഞേക്കോ. പക്ഷെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്റെ പേരവൻ എഴുതി ചേർക്കോ. സത്യമല്ലേ സഹോദരങ്ങളെ, ഒരു കുടുംബത്തിൽ എല്ലാവരും യൂറോപ്പിലും അമേരിക്ക ഒരുത്തൻ മാത്രം ഇവിടെ പശുവിനെ വളർത്തിക്കൊണ്ട് നടക്കുക. കുടുംബക്കാരെന്ത് ചെയ്യുക? കൂട്ടത്തിൽ ആ ഒരുവനെ അങ്ങ് വെട്ടിക്കളയോ. സ്തോത്ര, ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ എനിക്കറിയാം, ഞങ്ങളുടെയൊക്കെ പിതാക്കന്മാരുടെ ഇടയിൽ നിന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ മാത്രമാണ് പ്രാരംഭമായി പെന്തക്കോസിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് കല്യാണത്തിനൊക്കെ സ്തോത്ര ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആഭരണമില്ലാത്ത എൻ്റെ മാതാവിനെയൊക്കെ പതുക്കെ ഒറ്റയ്ക്കൊരാളെ മാത്രം അങ്ങനെ മാറ്റി നിർത്താൻ വ്യഗ്രതപ്പെടുമായിരുന്നു. ആദ്യകാലങ്ങളിലൊന്നും അറിയത്തില്ല. അതുകൊണ്ട് പിന്നീട് എന്ത് ചെയ്യുമെന്നറിയാമോ?
അറിയാമോ? കല്യാണത്തിന് പോയ ഫോട്ടോ എടുപ്പിന് ഞങ്ങൾ നിൽക്കത്തില്ല. കാരണം കൂട്ടത്തിൽ ഒരുത്തം മാത്രം ഇങ്ങനെ മാലയും താലിയും ഇല്ലാതെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കണ്ട ആക്ഷേപമാ. കൂട്ടത്തിൽ ഒരുത്തനായിട്ട് വേർതിരിക്കപ്പെട്ടോ ചിലപ്പോൾ ചില സങ്കടങ്ങൾ. ചിലർ പറഞ്ഞേക്കാ, ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ആർക്കും ഇങ്ങനെ ഇല്ലല്ലോ, പിന്നെ ഇവന് മാത്രം എന്താ ഇങ്ങനെ? സ്തോത്ര. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ അവളുടെ കുടുംബത്തിൽ ആർക്കേലും കണ്ടേക്കോ, ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഒന്നുമില്ല, ചിലപ്പോൾ അവൻ്റെ കുടുംബത്തിലെ ആർക്കേലും ആയിരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, കൂട്ടത്തിൽ ഒരുവൻ നിലവിളിച്ചോ, അതുകൊണ്ട് ആ ഒരുവനെ കുടുംബക്കാരെല്ലാം അങ്ങ് തഴഞ്ഞോ, ആ ഒരുവനെ നാട്ടുകാരെല്ലാം അങ്ങ് മറന്നോ, ആ ഒരുവനെ സ്കൂളിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് അവനെ അങ്ങ് വെട്ടിക്കളഞ്ഞോ. അലുമിനികളെല്ലാം കൂടെ സ്തോത്രം, പഴയ 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 സഹപാഠികളെല്ലാം കൂടെ സ്കൂളിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ, കോളേജിലെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ 98 ബാച്ച് 88 ബാച്ച് ഇങ്ങനെയൊക്കെ ഒരു ബാച്ചുകൾ ഉണ്ടാക്കിയപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരുവനെ മാത്രം ഒഴിവാക്കി കളഞ്ഞോ. കാരണം അവനെ കൊള്ളത്തില്ലായിരുന്നു. സ്തോത്ര. പക്ഷേ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പേര് വെട്ടിയേക്കാ, ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് പേര് വെട്ടിയേക്കാ, കുടുംബയോഗത്തിൽ നിന്ന് പേര് വെട്ടിയേക്കാ, പള്ളിപ്രമാണികൾ പേര് വെട്ടിക്കളഞ്ഞേക്കാ. പക്ഷേ തമ്പുരാന്റെ പുസ്തകത്തിൽ നിനക്ക് വേണ്ടി ഒരു പാരഗ്രാഫ് സ്വർഗം മാറ്റിവെക്ക. കൂട്ടത്തിൽ ഒരുത്തൻ നിലവിളിക്കുകയാണ്. ഇന്ന് രാത്രി ആ ഒരുവൻ, ഇതിനകത്തും ചിലർ ഇരിപ്പുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ തകർക്കപ്പെട്ടവരല്ല, ദൈവത്തിന് നിങ്ങൾ ആവശ്യമുള്ളവരാണ്. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരാൾ നിലവിളിച്ചോ, കൂട്ടത്തിൽ ഒരാൾ നിലവിളിച്ചോ. അമ്മേ, പലപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ഒരാൾ മാത്രമായിരിക്കുക. അവൻ ആ കർത്താവ് പള്ളിയിൽ ചെന്നോ, വരണ്ട കൈയുള്ള 10 പേരവിടെ ഉണ്ടായിരുന്നു. ഇല്ല, വരണ്ട കൈയുള്ള ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ. ആ ചർച്ചിൽ കൈക്കകത്തൊരു പുഷ്ടിയില്ലാത്ത, കൈ വരണ്ടുപോയ ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്ര. അവന്റെ കൈ മാത്രമേ നന്മയില്ലാതെ പോയുള്ളൂ. ആ പള്ളിയിൽ ചെന്നപ്പോൾ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. നിവരാൻ കഴിയാത്ത ഒരാളെ ആ ചർച്ചിനകത്തുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കോ, യേശു കടന്നു ചെല്ലുന്നിടത്തൊക്കെയോ ഓരോരുത്തരായിരുന്നു ഇങ്ങനെ. സ്തോത്ര. ഇന്ന് രാത്രി നിങ്ങൾ വ്യാകുലപ്പെടരുത്. നിങ്ങളെപ്പോലെ കഷ്ടമനുഭവിക്കുന്ന 10 പേരോ 5 പേരോ 4 പേരോ 3 പേരോ 2 പേരോ നിങ്ങളുടെ ചർച്ചിനകത്ത് കാണത്തില്ല, നിങ്ങളുടെ ഫാമിലിക്കകത്ത് കാണത്തില്ല. ഒരുത്തൻ. പക്ഷെ യേശു പള്ളിയിൽ കടന്നു ചെന്നത് ആ ഒരുത്തന് വേണ്ടിയാണ്. യേശു പള്ളിയിൽ കടന്നു ചെന്നത് ആ ഒരുത്തയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ സാന്നിധ്യം ഈ പന്തലിനകത്ത് വ്യാപരിക്കുന്നത് ആ ഒരുത്തന് വേണ്ടി, ആ ഒരുത്തയ്ക്ക് വേണ്ടിയാണ്. വിശ്വസിച്ച ദൈവത്തിന് സ്തുതി പറഞ്ഞോട്ട് അത് എനിക്ക് വേണ്ടിയാണ്. ഈ രാത്രി വിളിച്ചു പറഞ്ഞോട്ട് അത് എനിക്ക് വേണ്ടിയാണ്, അത് എനിക്ക് വേണ്ടിയാണ്, അത് എനിക്ക് വേണ്ടിയാണ്. ഈ കഷ്ടമെന്ന് എനിക്ക് വേണ്ടിയാണ് എൻ്റെ കർത്താവ് ഇറങ്ങി വന്നിരിക്കുന്നതെന്ന് ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാട്ടെ. എന്നിട്ട് ഈ മനുഷ്യൻ എന്താണ്? സ്തോത്ര. ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു. എന്താണ് നിലവിളിക്കുന്നതെന്ന് അറിയാമോ? ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ അപ്പൻ്റെ മകൻ എന്താണ് പ്രശ്നമെന്നറിയാമോ? നമ്മൾ മുമ്പേ വായിച്ചു, അപ്പൻ്റെ മകൻ ഒരു രോഗിയാ. രോഗിയെ കൊണ്ട് അപ്പൻ എവിടേക്കാ പോയേക്കുന്നതെന്നറിയാമോ? ഒരു ടീച്ചറിന്റെ അടുക്കലേക്ക് കടന്നു പോയേക്കുക. എന്തോ ഒരു മണ്ടത്തരവാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞിനൊരു പനി വന്നാൽ സ്കൂൾ ടീച്ചറിനെ വിളിച്ച്, ടീച്ചറെ എൻ്റെ കൊച്ചിന് പനിയാണെന്ന് ഇതിനകത്തിരിക്കുന്ന ഏതെങ്കിലും അമ്മമാർ പറയുമോ? ആരും പറയത്തില്ല. കാരണം ലോകത്തിലെ ഒരു ടീച്ചറിൻ്റെ അടുക്കൽ ആരും പനിയാണെന്ന് പറഞ്ഞ് ചെന്നിട്ടില്ല, ആരും തലവേദനയാണെന്ന് പറഞ്ഞ് ചെന്നിട്ടില്ല. ചിലപ്പോൾ ഒരു ലീവ് ലെറ്ററിന് ചെന്നേക്കോ, അല്ലാതെ എൻ്റെ കൊച്ചിന് വയ്യ എന്ന് പറഞ്ഞ് ഒരു ടീച്ചറിന്റെ അടുക്കലും ചെല്ലത്തില്ല. പക്ഷെ ഇവിടെ ഈ മനുഷ്യൻ ടീച്ചറിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, എൻ്റെ കുഞ്ഞിന് വയ്യ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ടീച്ചറാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. അവൻ പ്രസംഗിക്കുക മാത്രമല്ല, അവൻ ടീച്ച് ചെയ്യുക മാത്രമല്ല, അവൻ ഹീലിംഗ് ചെയ്യുന്നവനാണ്. അവൻ ടീച്ച് ചെയ്യുക മാത്രമല്ല, അവൻ മിറക്കിളുകൾ ചെയ്യുന്നവനാണ്. അവൻ രാജാവ് മാത്രമല്ല, അവൻ മന്ത്രി കൂടെയാണ്. അവൻ മന്ത്രി കൂടെയല്ല, അവൻ പിതാവ് കൂടെയാണ്. ആമേൻ. ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ അവസ്ഥ അറിഞ്ഞ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം. ആകയാൽ ഈ മനുഷ്യൻ ഒരു ഗുരുവിൻ്റെ അടുക്കൽ രോഗിയായ ബാലനെ കൊണ്ട് കടന്നുപോയി. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഗുരു എൻ്റെ ഗുരുവിന് അവന് ചികിത്സയും അറിയാം. എൻ്റെ ഗുരുവിന് അവന് ചികിത്സയും അറിയാം. ഇന്ന് രാത്രി ഞാൻ സന്തോഷത്തോടെ എൻ്റെ ഗുരുവിനെ ഉയർത്തുകയാണ്. എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ ഗുരുവിന് എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അറിയാം. എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ ഗുരുവിന് എൻ്റെ നിന്ദകളെ മാറ്റാൻ അറിയാം. എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ ഗുരുവിന് എൻ്റെ അപമാനത്തെ മാറ്റാൻ അറിയാം.
അറിയാം. എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ ഗുരുവിന് എൻ്റെ കുടുംബത്തെ പുലർത്താൻ അറിയാം. എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ ഗുരുവിന് എൻ്റെ പ്രശ്നങ്ങളെ മാറ്റാൻ അറിയാം. എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ ഗുരുവിന് എൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കാൻ അറിയാം. അവൻ്റെ ശിഷ്യനായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന് ഇന്ന് രാത്രി പറയുന്ന ദൈവമക്കൾ, കർത്താവിനൊരു സ്തുതി പറഞ്ഞാട്ട്. എൻ്റെ ഗുരുവിന് എൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്നവനാണ്. എൻ്റെ ഗുരുവിന് എൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുക. എന്നിട്ട് അടുത്തതായിട്ട് ഈ മനുഷ്യൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, അവൻ എനിക്ക് ആരാകുന്നു? അവൻ എനിക്ക് ഏകജാതനാകുന്നു. പിശാചിന്റെ ഭയങ്കര ഒരു പണി ഇതാ കേട്ടോ. എന്താണെന്നറിയാമോ? ഓപ്ഷനുകൾ ഉള്ളവനെ പോയി ചൊറിയത്തില്ല, വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തവനെയാ പോയി ചൊറിയുന്നത്. സ്തോത്ര. നിങ്ങൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും പിശാച് ആർക്കെതിരെയാ പ്രവർത്തിക്കുന്നതെന്നറിയാമോ? വേറെ ഒരു ഗതിയില്ലാത്തവനെതിരെയാ. വേറെ 10 ഗതിയുള്ളവനെ ഇവന് വേണ്ട. വേഗ മകൻ. ഇത് ഒരു ഭാഗത്ത് മാത്രമല്ല. നിങ്ങൾ നൈൻ പട്ടണത്തിലേക്ക് ചെന്ന് നോക്ക്. ഇതിൻ്റെ 12-ാം അധ്യായത്തിൽ യേശു കർത്താവ് നൈൻ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ വലിയൊരു ജാഥ വരികയാണ്. ആ ജാഥയെ ഒരു മഞ്ചത്തിൽ ഒരു ബാലനെ, ഒരു യൗവനക്കാരനെ ചുമന്നുകൊണ്ട് വരികയാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ്റെ അമ്മയ്ക്ക് ഏക മകനായിരുന്നു, അവൾ വിധവയുമായിരുന്നു. നോക്കണേ, പിശാചിന് 10 ഉള്ളവനെ. പിശാചിന് എപ്പോഴും ആരെയാ വേണ്ടിയെന്നറിയാമോ? സങ്കടപ്പെട്ട് കിടക്കുന്നവനെ തന്നെ അവൻ എന്തോ വേണ്ടിയത്? അവന് പിന്നെയും വേണ്ടിയത്. 10 പിള്ളേരുള്ള ഒരു വീടാണെങ്കിൽ ഒരുത്തൻ വയ്യാതായാലും എങ്ങനെയും സർവൈവ് ചെയ്യും. പക്ഷെ ഇതാകെയും പോകുകയും ഒന്നേ ഉള്ളൂ, അവനെ തന്നെ പിടിച്ചിരിക്കുക. ആ കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചേ. ഈ കുഞ്ഞിൻ്റെ കൂടെ പഠിച്ചവരും ഈ കുഞ്ഞിൻ്റെ കൂടെ വളർന്നവരും അവരെല്ലാം ഇന്നോരോ ജോലിക്ക് പോയി, അവരെല്ലാം ഇന്നോരോ നിലയിലെത്തി. അവരൊക്കെ ഇന്ന് പപ്പായ്ക്കും മമ്മിക്കും നല്ല സാരി കൊണ്ടു കൊടുക്കും, പാൻറ് കൊണ്ടു കൊടുക്കും, iPhone 14 കൊണ്ടു കൊടുക്കും, ഇതൊക്കെ കൊണ്ടു കൊടുക്കും. പക്ഷേ ഈ അപ്പം മാത്രം എന്തോ ചെയ്യുകയാണെന്നറിയാമോ? ഈ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് നടക്കുക. എല്ലാവരും ഇങ്ങനെ പള്ളി വന്ന് അപ്പൻ മക്കളുടെ കാര്യമൊക്കെ പ്രശംസിക്കുമ്പോൾ ഈ അപ്പം മാത്രം ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ട് നടക്കുക. ഒന്നിനോടൊന്നുണ്ടോ? വേറെ ഇല്ല. പലപ്പോഴും പിശാചിന്റെ ക്രൂരത ഇങ്ങനെയാണ് സഹോദരങ്ങളെ. ഓപ്ഷനുകളില്ലാത്തവനെ കൊല്ലും. ഓപ്ഷനുകളില്ലാത്തവനെ കൊല്ലും. എൻ്റെ സഹോദരങ്ങളെ, കോവിഡിൻ്റെ കാലഘട്ടത്തിൽ റിലയൻസുകാരുടെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് പൂട്ടിപ്പോയോ? മോറുകാരുടെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് പൂട്ടിപ്പോയോ? ഒന്നും പൂട്ടിപ്പോയില്ല. പക്ഷേ ആകെ പോകെ ഒരു വലയരുക്കടയുള്ള എത്രയോ പേരുടെ കച്ചവടം നഷ്ടപ്പെട്ടു. ഇതാണ് പിശാച്. എപ്പോഴും അവന് സമ്പന്നന്മാരെ അല്ല വേണ്ടത്, അവന് എളിയവരെയാ വേണ്ടത്, അവന് ദരിദ്രനെയാ വേണ്ടത്. അവനൊരു ഒറ്റ കുഞ്ഞാടിനെയും കൊണ്ട്, ഒരൊറ്റ ആടിനെയും കൊണ്ട് ജീവിക്കുന്നവരെയാ വേണ്ടത്. നോക്കണേ, ദുഷ്ടനായ സാത്താൻ്റെ ഭീകരത. അങ്ങനെ ആ മനുഷ്യൻ യേശുവിൻ്റെ അടുക്ക സങ്കടം പറയുക, യേശുവേ, അവനെനിക്ക് ഏക മകനാ, അവനെനിക്ക് ഏക മകനാ. എന്നിട്ട് ആ മനുഷ്യൻ യേശുവിനോട് പറയുക. എനിക്ക് ആ മനുഷ്യനോട് ഒത്തിരി റെസ്പെക്റ്റ് തോന്നിയത് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോഴാണ്. അതിൻ്റെ 39-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ അങ്ങോട്ട് പറയുക, കർത്താവേ, എന്തുവാ കാര്യമെന്നറിയത്തില്ല, എൻ്റെ കൊച്ചു ഭയങ്കര കരച്ചില. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. പകരം വ്യക്തമായിട്ട് പറയുക, ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവെ നിലവിളിക്കുന്നു. അപ്പൊ ഈ അപ്പൻ അറിയാം, എൻ്റെ കുഞ്ഞ് കരയുന്നതിൻ്റെ പിമ്പിൽ എന്തോ ഉണ്ട്, ഒരാത്മാവുണ്ട്. അവൻ നൊരയ്ക്കുന്നതിൻ്റെ പിമ്പിൽ എന്തോ ഉണ്ട്, ഒരാത്മാവുണ്ട്. അവൻ പിടയ്ക്കുന്നതിൻ്റെ പിമ്പിൽ എന്തോ ഉണ്ട്, ഒരാത്മാവുണ്ട്. അതിൻ്റെ പിമ്പിൽ ഒരാത്മാവുണ്ടെന്ന് അപ്പൻ തിരിച്ചറിയുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, എൻ്റെ സ്നേഹിതരെ, സഹോദരങ്ങളെ, ഈ രാത്രി ഞാനൊരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയട്ടെ. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളായി കാണാതെ പ്രശ്നങ്ങളുടെ പുറകിലുള്ളതായിട്ടുള്ള സംഗതികളെ കാണാൻ കഴിയണം. ഒരു മനുഷ്യൻ കരയുന്നതിൻ്റെ കാരണം എന്താണ്? ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തു ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്നറിയാമോ? സ്ത്രീയെ, നീ എന്തിന് കരയുന്നു? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിത, സഹോദര, ഏത് ബിസിനസ് ചെയ്താലും പച്ച പിടിക്കത്തില്ല. എത്ര ക്ഷമിച്ചാലും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല. ഏത് കറി വെച്ചാലും വീട്ടിൽ വഴക്ക. എന്തോ ചെയ്താലും പ്രശ്നം. ഇതെന്താ ഇതിൻ്റെ പിറകിലെ പ്രശ്നം? ഇതിൻ്റെ പിറകിലെ പ്രശ്നം എന്താ? ഈ അപ്പൻ വ്യക്തമായിട്ട് കർത്താവിൻ്റെ അടുക്ക പറയാ, ഒരാത്മാവ് അവനെ പിടിക്കുന്നു. എ സ്പിരിറ്റ് സീസ്ഡ്.
ഒരാത്മാവ് അവനെ കയറി അങ്ങ് അടങ്കം കൂടടങ്കം അവനെ അങ്ങ് കീഴ്പ്പെടുത്തുക. അതാണ് പ്രശ്നം. ഇന്ന് രാത്രി പ്രശ്നങ്ങളെ ബാഹ്യമായി കാണാതെ പ്രശ്നങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ സാധിക്കണം. പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കണം. പ്രശ്നങ്ങളുടെ പിമ്പിൽ എന്താണ്? പ്രശ്നങ്ങളുടെ പിമ്പിൽ എന്താണ്? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പിഴയ്ക്കുന്നെങ്കിൽ അതിൻ്റെ പിമ്പിലുള്ള കാരണം എന്താണ്? കുടുംബജീവിതം താളം തെറ്റുന്നെങ്കിൽ അതിൻ്റെ പിമ്പിലുള്ളത് എന്താണ്? ആരോഗ്യം അകാരണമായി ക്ഷയിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? സാമ്പത്തിക മേഖല അപ്രതീക്ഷിതമായി തച്ചുടയ്ക്കപ്പെടുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി ഏത്? ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ പറയുകയാണ്, എൻ്റെ കുഞ്ഞ് കരയുന്നത് ഒരു മനുഷ്യനുമല്ല, അവൻ്റെ ഒരു ബലഹീനതയല്ല, അവൻ ഹെൽത്തിയാണ്, അവനൊരു അംഗവൈകല്യവും ഇല്ല, അവനൊരു പ്രശ്നവും ഇല്ല, പകരം ഒരാത്മാവ് അവനെതിരാണ്. ഇന്ന് രാത്രി ചില കുടുംബങ്ങളോട് ഞാൻ വ്യക്തമായി പറയട്ടെ, ദൂരത്തോ ചാരത്തോ ഇരുന്ന് ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ വ്യക്തമായി പറയട്ടെ, നിന്റെ പ്രശ്നം ഒരു മനുഷ്യനല്ല, നിന്റെ മദ്യപാനം നിന്റെ പ്രശ്നമല്ല, നിന്റെ കുടുംബത്തിലെ അസമാധാനം നിന്റെ പ്രശ്നമല്ല, നിന്റെ കുഞ്ഞുങ്ങളുടെ അസുഖം അതൊരു പൊതുവായ അസുഖമല്ല. അതിൻ്റെ പിമ്പിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. അതിൻ്റെ പിമ്പിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ലായിരിക്കാം, അത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ലായിരിക്കാം. നിങ്ങളുടെ പണം മുഴുവൻ ആശുപത്രിയിൽ ചെലവാക്കുകയാണ്. നിങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോകുന്നോ അവിടെയൊക്കെ കൊണ്ടുപോകാൻ നോക്കുകയാണ്. നിങ്ങൾ വെല്ലൂര് കൊണ്ടുപോകുന്നു, തിരുനെൽവേലിയിൽ കൊണ്ടുപോകുന്നു, മധുരയിൽ കൊണ്ടുപോകുന്നു. പക്ഷേ നിങ്ങളുടെ പണം പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ MRI എടുക്കുന്നു, CT എടുക്കുന്നു, എക്കോ എടുക്കുന്നു. പക്ഷേ എവിടെയും ഒരു ഡിസീസ് നിങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്നില്ല. സഹോദര, നീ ബലഹീനപ്പെടുന്നതിന്റെ പിമ്പിൽ ഒരു ഡിസീസ് അല്ല, നീ ബലഹീനപ്പെടുന്നതിന്റെ പിമ്പിൽ ഒരു സ്പിരിറ്റാണ്. ഓ സ്നേഹിത, നീ തകരുന്നതിന്റെ പിമ്പിൽ ഒരു പ്രശ്നമല്ല, നീ തകരുന്നതിന്റെ പിമ്പിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. എന്റെ ബിസിനസ് തകരുന്നത് നിന്റെ ബുദ്ധി പിഴയ്ക്കുന്നതല്ല, നിന്റെ ടെക്നിക്ക് പിഴയ്ക്കുന്നതല്ല, നിന്റെ കൂടെയുള്ള മാനേജറുടെ കഴിവുകേടല്ല. എവിടെയോ ഒരു സ്പിരിറ്റ് നിനക്കെതിരാകുന്നു. ഇന്ന് രാത്രി അറിയണം, നിന്നെ വശം കെടുത്തുന്നെങ്കിൽ, നിന്നെ ഇട്ട് വട്ടം ചുറ്റിക്കുന്നെങ്കിൽ അതിൻ്റെ പിമ്പിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. ഈ രാത്രി ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പേ, ഇന്ന് രാത്രി നിങ്ങൾ ഈ ശുശ്രൂഷ അവസാനിക്കുന്നതിന് മുമ്പേ ആ സ്പിരിറ്റിന്റെ മുകളിൽ നിങ്ങൾ ജയമെടുക്കുക. നിങ്ങളുടെ അവസ്ഥകളെ മാറുന്നത് കാണാൻ കഴിയോ? നിങ്ങളുടെ സിറ്റുവേഷനുകൾ, നിങ്ങളുടെ നിലവാരങ്ങൾ അത് മാറോ? ഒരു ആത്മാവാണ് അവനെ പിടിക്കുന്നത്. ഒരു ആത്മാവ് അവനെ പിടിക്കുന്നു. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഈ കരച്ചിലിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ അപ്പൻ എന്താ പറയുന്നതെന്ന് അറിയാവോ? ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് പൊടുന്നനവേ കൊച്ചു നിലവിളിക്കുന്നു. ആത്മാവ് ആരെയാ പിടിച്ചത്? കൊച്ചിനെയാ പിടിച്ചത്. അപ്പൊ കൊച്ചാ നിലവിളിക്കുന്നത്. പക്ഷെ 38-ാം വാക്യത്തിൽ നമ്മൾ എന്താ പറഞ്ഞ ആദ്യം വായിച്ചെന്നറിയാവോ? കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു. അപ്പം മോനെ പിടിച്ചാൽ മോൻ മാത്രമാണോ കരയുന്നേ? അല്ല, ഈ നിലവിളി ഇങ്ങനെ ഇമ്പാർട്ട് ചെയ്യുക, മരത്തിന്മേൽ ഇത്തുളു പിടിക്കുന്നത് പോലെ. ഇന്ന് രാത്രി എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, മുറിക്കേണ്ടതിനെ മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ, തകർക്കേണ്ടതിനെ തകർത്തു കളഞ്ഞില്ലെങ്കിൽ അതിങ്ങനെ വേര് പടർന്ന് അത് അപ്പനെ ആദ്യം മകനെയാണ് കരയിപ്പിച്ചുകൊണ്ടിരുന്നേ. ഇപ്പൊ ആരെയും കൂടെ കരയിപ്പിക്കുന്നതെന്നറിയാവോ? അപ്പനെ കൂടെ കരയിപ്പിക്കുക. ഈ കരച്ചിലിങ്ങനെ പടർന്നു പിടിക്കുക, ഈ രോഗം ഇങ്ങനെ പടർന്നു പിടിക്കുക. അപ്പൻ്റെ കാലത്തുള്ള രോഗം മക്കളിലേക്ക്, മക്കളുടെ കാലത്തുള്ള രോഗം കൊച്ചുമക്കളിലേക്ക്, അപ്പൻ്റെ ബാധ്യത മക്കളിലേക്ക്, മക്കളുടെ ബാധ്യത സഹോദരങ്ങളിലേക്ക്. നോക്കൂ, ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അതിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. നോക്കൂ, പിശാചെത്ര തന്ത്രപരമായിട്ട് ഒരിടത്ത് തുടങ്ങി ഈ കരച്ചിലിപ്പോ ആ കുടുംബത്തെ മുഴുവനും അങ്ങ് പിടിപ്പിക്കുക. ഇന്ന് രാത്രി ഇനിയും ഒരാളും കൂടെ നിങ്ങളുടെ വീട്ടിൽ കരയുന്നതിന് മുമ്പേ, ഇനിയും ഒരാളും കൂടെ നിങ്ങളുടെ വീട്ടിൽ മരിക്കുന്നതിന് മുമ്പേ, ഇനിയും ഒരാളും കൂടെ നിങ്ങളുടെ വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പേ, ഇനിയും ഒരാളും കൂടെ നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്യബോധം തെറ്റിപ്പോകുന്നതിന് മുമ്പേ, ഇനിയും ഒരാളുടെ കുടുംബജീവിതങ്ങളുടെ തകരുന്നതിന് മുമ്പേ ഇന്ന് രാത്രി യേശുവിങ്കലേക്ക് വാ. ഇന്ന് രാത്രി യേശുവിങ്കൽ വാ, യേശുവിങ്കൽ വാ. ഇനിയും ഒരാൾ കൂടെ നിങ്ങളുടെ കുടുംബത്തിൽ തകർക്കപ്പെടരുത്. ഇനിയും ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ആക്രമിക്കപ്പെടരുത്. നിങ്ങൾ കടന്നു വാ, യേശുവിങ്കൽ വാ.
മകന്റെ കരച്ചിൽ അപ്പന്റെ മേളിൽ കയറി. എന്നിട്ട് ഈ അപ്പൻ പറയുന്ന അടുത്ത പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ആത്മാവ് അവനെ പിടിച്ച് നൊരപ്പിച്ച് പിടപ്പിച്ചിട്ട് അടുത്തതായിട്ട് അതിൻ്റെ പ്രധാന ഭാഗം 9:18 കടന്നു വരുമ്പോൾ, അത് മർക്കോസിന്റെ സുവിശേഷത്തിലാണ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 9:18 ഇങ്ങനെയാണ് പറയുന്നത്: അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും എന്തോ ചെയ്യുമെന്നറിയാമോ? ആദ്യം ഇവനെ തള്ളിയിടും. പിശാചിന്റെ ദുരാത്മാവിന്റെ പ്രവൃത്തിയാണ്. എവിടെ വെച്ച് കിട്ടിയാലും എന്തോ ചെയ്യുമെന്നറിയാമോ? തള്ളിയിടും. ദൈവം എഴുന്നേൽപ്പിച്ച് നിർത്തും, പിശാച് തള്ളിയിടും. എൻ്റെ സഹോദരങ്ങളെ, ഈ തള്ളിയിടുക എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല. തള്ളിയിടുക, എന്താണ് ഈ തള്ളിയിടുക എന്ന് പറയുന്നത്? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പലരും ഇങ്ങനെ തള്ളിയിടപ്പെട്ടവരാ. ഞാൻ ഈ തള്ളിയിടലിൻ്റെ ഒരു 5 കൂട്ടം കാര്യങ്ങളെ വേഗത്തിൽ പറയാം. തിരുവെഴുത്തിൽ പറയുന്ന കാര്യങ്ങൾ 62-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, അവൻ്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അത്രേ അവർ നിരൂപിക്കുന്നത്. അവൻ്റെ പദവിയിൽ നിന്ന് തള്ളിയിടണം. ദുരാത്മാവിൻ്റെ പോരെന്താണെന്നറിയാമോ? ഒരു മനുഷ്യൻ്റെ പദവിയിൽ നിന്ന് തള്ളിയിടണം. ഒരു മനുഷ്യൻ്റെ പദവി എന്ന് പറയുന്നത് 3 വിധത്തിൽ അവനൊരു പദവിയുണ്ട്. ഒന്ന്, സോഷ്യലി അവനൊരു പദവിയുണ്ട്, അല്ലെങ്കിൽ അതവൻ്റെ ഉപജീവനത്തിൽ. അവനൊരു എഞ്ചിനീയർ ആണെങ്കിൽ, അവനൊരു ബിസിനസ്മാൻ ആണെങ്കിൽ, അവനൊരു മാനേജർ ആണെങ്കിൽ, അവനൊരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ, അവനൊരു MLA ആണെങ്കിൽ, അവനെതിരായ ഒരു ശത്രു എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കും. എന്താണെന്നറിയാമോ? അവനെ ആ പദവിയിൽ നിന്ന്, അവൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിൽ നിന്ന് എന്ത് ചെയ്യണം? അവനെ പറിച്ച് താഴെ ഇടണമെന്ന്. രണ്ടാമതായി, ഒരു മനുഷ്യൻ്റെ കുടുംബത്തിൽ അവനൊരു പദവിയുണ്ട്. ഒരു മനുഷ്യൻ്റെ കുടുംബത്തിൽ ഒരു പദവി. ഭർത്താവ് എന്നുള്ളതൊരു പദവിയാണ്, ഭാര്യ എന്നുള്ളതൊരു പദവിയാണ്, അപ്പൻ എന്നുള്ളതൊരു പദവിയാണ്, മക്കൾ എന്നുള്ളൊരു പദവിയാണ്. അങ്ങനെ പരിശ്രമിക്കുന്ന എന്താണെന്നറിയാമോ? ഭർത്താവ് എന്നുള്ള പദവിയിൽ നിന്ന് തള്ളി താഴെ ഇടുകയാണ്, അപ്പൻ എന്നുള്ള പദവിയിൽ നിന്ന് തള്ളി താഴെ ഇടുക, സഹോദരൻ എന്നുള്ള പദവിയിൽ നിന്ന് തള്ളി താഴെ ഇടുക. മൂന്നാമതൊരു പദവിയുണ്ട്, അതൊരു സ്പിരിച്വൽ സ്റ്റാറ്റസ് ആണ്. കൺവീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുക, പ്രിയമക്കളെന്ന് വിളിക്കപ്പെടുക, അഭിഷക്തരെന്ന് വിളിക്കപ്പെടുക, കൃപാവരപ്രാപ്തരെന്ന് വിളിക്കപ്പെടുക, കർത്താവിൻ്റെ ദാസന്മാരെന്ന് വിളിക്കപ്പെടുക. ഈ ഒരു പദവിയിൽ നിന്ന് നമ്മളെ തള്ളിയിടണം. എങ്ങനെയെങ്കിലും നമ്മുടെ ശുശ്രൂഷയെ തകർക്കണം, എങ്ങനെയെങ്കിലും നമ്മുടെ അഭിഷേകത്തെ അപഹരിക്കണം, എങ്ങനെയെങ്കിലും നമ്മളെ ദൈവകൃപയിൽ നിന്ന് തള്ളിയിടണം. പിശാചിന്റെ പദ്ധതിയാണ്. നോക്കണേ, അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടണം. ഈ രാത്രി ആത്മീയമായോ ഭൗമികമായോ സാമൂഹികമായോ ഒരു പദവി ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദുരാത്മാക്കളോട് നീ എതിർത്ത് നിൽക്കണോ? നിന്റെ പദവികൾക്കെതിരായി അവൻ പോരടിക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ തിരിഞ്ഞു നോക്ക്. എവിടെയെങ്കിലും നിങ്ങളുടെ പദവികളെ അവൻ തള്ളിയിട്ടിട്ടുണ്ടോ? ഈ രാത്രി അതിനെ തിരിച്ചു പിടിക്കണോ? പിടിക്കണം. സ്തോത്രം. ഒന്ന്, ഒരു മനുഷ്യനെ പദവിയിൽ നിന്ന് തള്ളിയിടും. അടുത്തതായി ദാനിയേലിന്റെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ 5 കാര്യങ്ങളെ പറയാം. ഒന്ന്, പദവിയിൽ നിന്ന്. 2, ദാനിയേലിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിക്രമം ഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും. അതൊക്കെ വിശദീകരിക്കേണ്ടതാണ്, ഞാൻ നിർത്തുകയാണ്. ഒരു നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും. അത് സത്യത്തെ നിലത്ത് തള്ളിയിട്ടിട്ട് കാര്യം നടത്തി സാധിപ്പിക്കും. സത്യത്തെ തള്ളിയിട്ടു, എന്നിട്ട് കാര്യം നടത്തിയിട്ട് പോയി. പരമാർത്ഥത ആരറിയാനാ? സത്യം ആരറിയാനാ? സത്യം എടുത്ത് താഴെ ഇട്ടു. താഴെ വീണ സമയം കൊണ്ട് എന്തോ ചെയ്തു? കാര്യം സാധിച്ചിട്ട് പോയി. ഇന്ന് രാത്രി തിരിച്ചറിയണം സഹോദരങ്ങളെ, സത്യത്തെ തള്ളിയിട്ട് നിന്റെ പരമാർത്ഥത. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ പരമാർത്ഥത 6 എടുത്ത് പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ സത്യം 6 എടുത്ത് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എത്ര നേരോടെ ജീവിച്ചിട്ടും ആർക്കും നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്താ കാരണമെന്നറിയാമോ? സത്യത്തെ അവൻ തള്ളിയിട്ടിരിക്കുകയാണ്, സത്യത്തെ അവൻ മറിച്ചിട്ടിരിക്കുക. ഈ രാത്രി തിരിച്ചറിയണം, സത്യത്തെ തള്ളിയിടുവാൻ എഴുന്നേറ്റ് വരുന്ന പോരുകൾ. അതെവിടെ വെച്ച് പിടിച്ചാലും സത്യത്തെ തള്ളിയിടും. 1, പദവിയിൽ നിന്ന്. സ്തോത്ര. 2, സത്യത്തെ തള്ളിയിടും. മൂന്നാമതായി ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, ന്യായം കാഞ്ഞിരമാക്കി തീർക്കുകയും അടുത്തത് നീതിയെ നിലത്ത് തള്ളിയിടുകയാ. നീതിയെ നിലത്ത് തള്ളിയിടുകയാ.
എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ച നീതീകരണത്തെ, ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ച വിശുദ്ധീകരണത്തെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചതും നിങ്ങൾ ഉപവസിച്ചതും നിങ്ങൾ ദേശത്ത് പരമാർത്ഥ ആചരിച്ചതും ഇതൊന്നും ഇപ്പൊ എന്തോ ചെയ്യാനില്ല, കാണാനില്ല. ഇതൊക്കെ എവിടെ പോയി? എവിടെ? ഇന്ന് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എൻ്റെ അപ്പനും അമ്മയൊക്കെ ദൈവത്തെ വിളിച്ചിട്ട് എന്തിയേ? ഞങ്ങൾ കർത്താവിനെ അനുഗമിച്ചിട്ട് എന്തിയേ? നീതിയെ നിലത്ത് തള്ളിയിടുകയാ, പദവിയിൽ നിന്ന് തള്ളിയിടുക, സത്യത്തെ തള്ളിയിടുക, നീതിയെ തള്ളിയിടുക. അടുത്തതായി ഒരു ഭാഗമുണ്ട്. 7-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, ശത്രു എൻ്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ, അവൻ എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ. അടുത്തത് പറയുകയാണ്, അവൻ എൻ്റെ മാനത്തെ പൂഴിയിൽ തള്ളിയിടട്ടെ, മാന്യതയെ തള്ളിയിടും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, ദേശത്തിൽ, സമൂഹത്തിൽ, സഭയിൽ ദൈവം നൽകിയിട്ടുള്ള മാന്യതയെ പിശാച് എന്ത് ചെയ്യാൻ പരിശ്രമിക്കുകയാണ്? മാന്യതയെ തള്ളിക്കളയാൻ നോക്കുകയാണ്. ഈ രാത്രി ദൈവമക്കൾ ദൈവകൃപയ്ക്കകത്ത് മറഞ്ഞിരിക്കണം. ഭയത്തോടെ ഞാനും പറയട്ടെ, നമ്മൾ മറഞ്ഞിരിക്കണം. മാന്യതയെ തള്ളിയിടാൻ വ്യാപരിക്കുന്ന പോരുകൾ നോക്കൂ, മാന്യതയെ തള്ളിയിടുവാൻ അവൻ പരിശ്രമിക്കുകയാണ്. ഇനിയും അടുത്തതായി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. തള്ളിയിടപ്പെടുമ്പോഴുള്ള 5-ാമത്തെ വിഷയം 17-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുകയാണ്, അവർ ഞങ്ങളുടെ കാലടി പിന്തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു, ഞങ്ങളെ നിലത്തു തള്ളിയിടുവാൻ ദൃഷ്ടി വെക്കുന്നു. ഇവർക്കൊരു ഒറ്റ മോട്ടീവാ. ഇവിടെ എന്താ പറയുന്നത് അറിയാമോ? അവർ ഞങ്ങളെ പിന്തുടരുകയാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുകയാണ്? ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുന്നവൻ ഇനി മുമ്പോട്ട് പോകരുത്. 8-ാം ക്ലാസ് വരെ നല്ല രീതിയിൽ പഠിച്ചതാ, 12-ാം ക്ലാസ് വരെ റാങ്ക് കിട്ടിയതാ, ഗ്രാജുവേഷന് പോയപ്പോഴും ആദ്യത്തെ 6 മാസം ഒരു കുഴപ്പമില്ലായിരുന്നു. കുടുംബജീവിതത്തിൽ നല്ല രീതിയിൽ പോയതാ, ശുശ്രൂഷയെ നല്ല രീതിയിൽ പോയതാ. പക്ഷെ മുമ്പോട്ട് വിടാതെ ഇപ്പൊ എന്ത് ചെയ്യുകയാണ്? മുമ്പോട്ട് വിടാതെ തള്ളിയിടുകയാണ്. ഇന്ന് രാത്രി ദൈവമക്കൾ ജാഗരൂകരായിരിക്കണം. ഇവിടെ ആ കൊച്ചൻ്റെ അപ്പം വന്ന് യേശുവിൻ്റെ അടുക്ക പറയാ, ഇവൻ തള്ളിയിടുന്നു. ഈ രാത്രി ഞാൻ ഈ പറഞ്ഞ 5 വിഷയങ്ങളിൽ എവിടെയെങ്കിലും പിശാച് നിങ്ങളെ തള്ളിയിട്ടിട്ടുണ്ടോ? നിങ്ങളെ തള്ളിയിടാൻ പരിശ്രമിക്കുന്നുണ്ടോ? ആ തള്ളിൻ്റെ ഏക്കം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങളുടെ പദവിക്കെതിരെ, നിങ്ങളുടെ മാന്യതയ്ക്കെതിരെ, നിങ്ങളുടെ പരമാർത്ഥതയ്ക്കെതിരെ, നിങ്ങളുടെ നീതിക്കെതിരെ, നിങ്ങളുടെ വിശ്വസ്തതയ്ക്കെതിരെ നിങ്ങളെ മുമ്പോട്ട് വിടാതെ എവിടെയെങ്കിലും നിങ്ങളെ തള്ളുന്ന ഒരു ഏക്കം അനുഭവിക്കുന്നെങ്കിൽ ഈ രാത്രി നിങ്ങൾ വെറുതെ പോകരുത്. യേശുവിൻ്റെ അടുക്കൽ വാ. നിന്റെ പദവിയിൽ നിന്ന് നീ താഴെ പോകരുത്, നിന്റെ മാന്യതയിൽ നിന്ന് നീ താഴെ പോകരുത്, നിന്റെ സത്യം താഴെ പോകരുത്, നിന്റെ നീതി താഴെ പോകരുത്. നീ നിൽക്കുന്നിടത്ത് ഉറച്ചു നിൽക്കണം. നിന്റെ തല ഉയർന്നിരിക്കണം. നിന്റെ മഹത്വം എന്നേക്കും നിലനിൽക്കണം. നോ, നീ കുറഞ്ഞു പോകരുത്. നോ, നീ താണു പോകരുത്. യേശുവിങ്കൽ വാ. തള്ളിയിടുക. തള്ളി എവിടെ വെച്ച് പിടിച്ചാലും തള്ളിയിടുക. അവനോട് യേശുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പക്ഷേ അപ്പനൊരു പ്രശ്നം പറ്റി. ഞാൻ മുമ്പേ അപ്പനെ ഒത്തിരി പൊക്കിയൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ അപ്പനിപ്പോ ഒരു പ്രശ്നം പറ്റി. എന്നിട്ട് 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ അപ്പൻ യേശുവിൻ്റെ അടുക്ക പറയാം, ഇതൊക്കെയാ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം. ഇതിനെ പുറത്താക്കുവാൻ ഞാൻ എന്ത് ചെയ്തു? അതിനെ പുറത്താക്കുവാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല. ഇദ്ദേഹം ആരെ തേടിയാ വന്നത്? യേശുവിനെ തേടിയാ വന്നത്. ഇപ്പൊ അപേക്ഷിക്കുന്ന മൊത്തം ആരോടാ? ശിഷ്യന്മാരോടാ. ഇത് കേട്ടിട്ട് യേശു തിരികെ പറയുക, അയ്യോ അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ. അതിന് ഒരു വെർഷനിൽ പറയുന്നത് ഓ ഫെയ്ത്ത്ലെസ് ആൻഡ് പെർസേർവ്ഡ് ജനറേഷൻ എന്നാണ്. എന്നാൽ അതിൻ്റെ മറ്റൊരു പരിഭാഷയിലേക്ക് വരുമ്പോൾ പറയുന്നത് ഓ ഫെയ്ത്ത്ലെസ് ആൻഡ് ട്വിസ്റ്റഡ് ജനറേഷൻ. ഈ തലമുറ എന്ത് ചെയ്തെന്നറിയാവോ? ട്വിസ്റ്റ് ചെയ്തു. ഇവർ വന്നത് എങ്ങോട്ടാ? യേശുവിൻ്റെ അടുക്കലേക്കാ. ഇവർ വന്നത് എങ്ങോട്ടാ? ക്രിസ്ത്യാനിത്വത്തിലേക്കാ. പക്ഷെ ഇപ്പൊ ഇവര് ആരോടാ അപേക്ഷിക്കുന്നതെന്നറിയാമോ? ശിഷ്യന്മാരോടാ അപേക്ഷിക്കുന്നത്. വന്നത് ആരെ കാണാനാ? യേശുവിനെ കാണാനാ. പക്ഷെ ഇപ്പൊ ആരോടാ പറയുന്നത്? 12 സ്ലീഹന്മാരോടാ പറയുന്നത്. ഇപ്പൊ ആരോടാ പറയുന്നത്? യേശുവിന്റെ അമ്മ മറിയോടാ പറഞ്ഞത്.
എൻ്റെ സഹോദരങ്ങളെ, യേശു ഇത് കേട്ടിട്ട് പറയാ, ആ വിശ്വാസവും കോട്ടമുള്ള തലമുറയെ, നിങ്ങൾ എവിടെയോ ട്വിസ്റ്റായി പോയി. ഈ രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ വാത്സല്യ കുടുംബങ്ങളെ, ഈ രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം നിങ്ങൾ ആരോടാ പറയുന്നത്? നിങ്ങളുടെ വീട്ടിലെ സങ്കടം നിങ്ങൾ ആരോടാ പറയുന്നത്? ജീവിച്ചിരിക്കുന്നതോ മരിച്ചുപോയതോ ആയ ഒരു സ്ലീഹന്മാരുടെ അടുക്കലല്ല, ഒരു ശിഷ്യന്റെ അടുക്കലല്ല നിങ്ങൾ പറയേണ്ടത്. പിന്നെ ആരോടാ പറയേണ്ടത്? യേശുവിന്റെ അടുക്കലാ പറയേണ്ടത്. എൻ്റെ സഹോദരന്മാരെ, ഒരു ശിഷ്യന്റെ അടുക്കൽ നിങ്ങളുടെ പ്രശ്നം പറയണ്ട. ഒരു ശിഷ്യന്റെയും പ്രതിമയുണ്ടാക്കി വിഷയം പറയണ്ട. ഒരു ശിഷ്യന്റെ രൂപമുണ്ടാക്കി വിഷയം പറയണ്ട. ഒരു ശിഷ്യന്റെയും പടം വരച്ച് വിഷയം പറയണ്ട. പകരം ആ ശിഷ്യന്റെ ഗുരുവായിരിക്കുന്ന യേശുവിന്റെ അടുക്കലേക്ക് ചെല്ല്. ഈ അപ്പന് നന്നായിട്ടറിയാം ഇതിന്റെ പുറകെ ദുരാത്മാവൊക്കെയാണെന്ന്. പക്ഷെ ഇങ്ങനെ എന്തോ പറഞ്ഞാലും യേശുവിന്റെ അടുക്ക വരത്തില്ല. യേശു എന്നൊരു വാക്ക് വിളിക്കത്തില്ല. പകരം ശിഷ്യന്മാരുടെ അടുക്കൽ ചെല്ലുക. അതിനെ പ്രശ്നം എന്ത് ചെയ്യുക? വഷളാവുകയാ. അതിനെ പ്രശ്നം ഗുരുതരമാവുകയാ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്, ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മാനവരാശിക്ക് രക്ഷപ്പെടുവാൻ നൽകപ്പെട്ടത് യേശുക്രിസ്തു എന്ന ഏക നാമമാണ്. യേശുക്രിസ്തു അല്ലാതെ ഭൂമിയിൽ രക്ഷപ്പെടുവാൻ, രക്ഷ പ്രാപിക്കുവാൻ വേറൊരു നാമവുമില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ആ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാൻ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, യേശു ഇറങ്ങി വരികയാണ്. ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇന്നും ജീവിച്ചിരിക്കുന്ന യേശു നിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ മരിച്ചുപോയവരുടെ മുമ്പാകെ നീ കരയുന്നത് എന്തിന്? നീ പ്രാർത്ഥിക്കുന്നതിന്റെ മുറിയിൽ ഇറങ്ങി വരുന്ന ഒരു യേശു ഉണ്ടായിരിക്കെ നീ മരിച്ചുപോയവരുടെ കല്ലറയിൽ പോയി കരയുന്നത് എന്തിന്? നോ. അവനെ സൗഖ്യമാക്കുവാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു. ഈ രാത്രി പറ, ഇനി ഞാൻ ഒരു ശിഷ്യനോടും പറയത്തില്ല. ഇനി ഒരു കുടുംബക്കാരുടെ അടുക്കലും പോയി ഞാൻ സങ്കടം പറയത്തില്ല. ഇനി ഒരു പാസ്റ്റർമാരുടെ അടുക്കലും അല്ല ഞാൻ സങ്കടം പറയുന്നത്. പകരം ഇനി എൻ്റെ സങ്കടം ഞാൻ ദൈവത്തോട് പറയാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാൻ മറ്റൊരു തന്നിൽ രക്ഷയില്ല. പകരം എൻ്റെ രക്ഷ യേശുവിലാണ്. ആമേൻ. യേശു ഇത് കേട്ടിട്ട് പറഞ്ഞോ, എന്താണ് പറഞ്ഞത്? അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, ഞാൻ എത്രത്തോളം നിങ്ങളോടുകൂടെ ഇരിക്കാം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശു പറയുകയാണ്, ഈ ട്വിസ്റ്റഡ് ജനറേഷൻ്റെ കൂടെ എനിക്ക് ഇരിക്കാൻ താല്പര്യമില്ലെന്ന്. എന്ന് പറഞ്ഞാൽ യേശുവിനെ അല്ലാതെ മറ്റ് ശിഷ്യന്മാരെ വിളിച്ചപേക്ഷിച്ച്, യേശുവിനെ അല്ലാതെ മറ്റ് സ്ലീഹന്മാരുടെ പുറകെ നടന്ന്, യേശുവിനെ അല്ലാതെ മറ്റ് മധ്യസ്ഥന്മാരുടെ കൂടെ നടക്കുന്നവരുടെ കൂടെ യേശു പറയുകയാണ്, നിങ്ങളുടെ കൂടെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഏക സത്യ ദൈവമായിരിക്കുന്ന പിതാവിനെയോ അവങ്കലേക്കുള്ള ഏക സത്യ വഴിയായിരിക്കുന്ന, ഏക സത്യ മാർഗമായിരിക്കുന്ന, ഏക മധ്യസ്ഥനായിരിക്കുന്ന, ഏക രക്ഷകനായിരിക്കുന്ന യേശുവിനെ തള്ളിയിട്ട് മറ്റു മാർഗങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ യേശു നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ കൂടെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമില്ലെന്ന്. നിങ്ങളുടെ വീട്ടിലെ ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ നശിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് യേശു പറയുകയാണ്, നിങ്ങളിങ്ങനെ സ്ലീഹന്മാരുടെ അവിടെയൊക്കെ ഇങ്ങനെ ചെരുപ്പിടാതെ നടന്ന് കാലി തയ്യാതെ ഒരു കാര്യം ചെയ്യും, അവനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോവാ. യേശു പറയുക, ബ്രിങ് ഹിം ഹിയർ ടു മീ. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ. ഇന്ന് രാത്രി യേശു അതാ പറയുന്നത്, എൻ്റെ അടുക്കൽ കൊണ്ടുവാ. ഇന്ന് രാത്രി യേശു ആവർത്തിച്ച് പറയുക, എൻ്റെ അടുക്കൽ കൊണ്ടുവാ. ഇന്ന് രാത്രി നിന്റെ പ്രശ്നം ഒരു വൈദ്യശാസ്ത്രത്തിന്റെ അടുക്കലല്ല. ഇന്ന് രാത്രി നിന്റെ പ്രശ്നം ഒരു വക്കീലിന്റെ അടുക്കലല്ല. ഇന്ന് രാത്രി നിന്റെ പ്രശ്നം ഒരു പോലീസ് സ്റ്റേഷന്റെ അകത്തല്ല. ഇന്ന് രാത്രി നിന്റെ പ്രശ്നം യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. അവിടെ യേശു എന്താണ് ചെയ്യുന്നത്? യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊച്ചൻ എന്തോ, ഈ ദുരാത്മാവ് എന്തോ ഇതെന്നറിയോ, യേശുവിന്റെ അടുക്കലേക്ക് വരുന്നെന്നറിഞ്ഞപ്പോഴേ ഇവനെ തള്ളിയിട്ട് കളഞ്ഞോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല തീരുമാനമെടുക്കുക. അടുത്ത ആഴ്ച തുടങ്ങി ഞാൻ ഉറപ്പായിട്ടും പ്രാർത്ഥനയ്ക്ക് പോകുക. പക്ഷെ അന്ന് സൺഡേ വൈകിട്ട് ആ ചർച്ചിലെ പാസ്റ്ററെ വിളിച്ച് പറയും, എൻ്റെ പൊന്നു പാസ്റ്ററെ വരണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചതാ, പക്ഷെ രാവിലെ ആയപ്പോൾ എന്തോ പറ്റി, വരാൻ പറ്റിയില്ല. യേശുവിന്റെ അടുക്കലേക്ക് വരുന്നെന്ന് അറിഞ്ഞപ്പോഴേ എന്ത് ചെയ്തെന്നറിയോ, തള്ളിയിട്ട് കളഞ്ഞോ. പക്ഷെ യേശു ഇട്ടില്ല. യേശു പറഞ്ഞവനെ എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിൻ്റെ 42 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടപ്പിച്ചോ. പക്ഷേ അത് കണ്ടുകൊണ്ട് യേശു അവിടെ അമർന്നു നിന്നില്ല.
യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചോ? ഇന്ന് രാത്രികാല ഞാൻ വിളിച്ചു പറയുകയാണ്, ഇറങ്ങി വരുന്ന യേശു ഇതിനകത്ത് അശുദ്ധാത്മാക്കളെ ശാസിക്കുകയാ. യേശു അശുദ്ധാത്മാക്കളെ ശാസിച്ചോ? യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ നടന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ ആ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് രാത്രി ഇതിനകത്ത് നടക്കാൻ പോകുന്നത്. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചോ? അടുത്ത ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ബാലനെ സൗഖ്യമാക്കി. അശുദ്ധാത്മാക്കൾ ശാസിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കോ? സൗഖ്യമുണ്ടാകുക. എന്നിട്ട് അടുത്തത് പറയുകയാണ്, യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചോ, ബാലനെ സൗഖ്യമാക്കി, അപ്പനെ തിരികെ ഏൽപ്പിച്ചോ. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചാൽ നിന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ ശത്രു എടുത്തോണ്ട് പോയോ അതെല്ലാം ദൈവം റിസ്റ്റോർ ചെയ്യാൻ പോവുകയാ. ഇന്ന് രാത്രി ഇത് ചില റിസ്റ്റോറേഷനുകൾ സംഭവിക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി ഞാൻ ഉറക്കെ വിളിച്ചു പറയാ, യേശു ആ ബാലനെ അപ്പന്റെ കൈ തിരികെ കൊടുത്തോ. ദുരാത്മാവ് പിടിച്ചുകൊണ്ടുപോകുമെന്ന് പറഞ്ഞതാ, പിശാച് കൊണ്ടുപോകുമെന്ന് പറഞ്ഞതാ, ലഹരി കൊണ്ടുപോകുമെന്ന് പറഞ്ഞതാ, മദ്യം കൊണ്ടുപോകുമെന്ന് പറഞ്ഞതാ, പക കൊണ്ടുപോകുമെന്ന് പറഞ്ഞതാ, ആഭിചാരം കൊണ്ടുപോകുമെന്ന് പറഞ്ഞതാ. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ വിട്ടുതരത്തില്ല, ഞാൻ വിട്ടുതരത്തില്ല. പകരം യേശു അത് എന്ത് ചെയ്തോ? യേശു അവനെ പിടിച്ച് അവന്റെ അപ്പന്റെ കയ്യിലോട്ട് കൊടുത്തോ. ഇന്ന് രാത്രി നിന്റെ കയ്യിൽ നിന്ന് ഊർന്നു പോയ ചിലതിനെ ദൈവം ഈ രാത്രി മടക്കി തരികയാ. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി തുടർന്നുള്ള ചില നിമിഷങ്ങൾ അഭിഷക്തന്മാർ ആത്മമണ്ഡലത്തിൽ കയറിയേ, അഭിഷേകമുള്ള ദൈവമക്കൾ ജാഗരിച്ച് ഈ രാത്രി ഇതിനകത്ത് ദൈവപ്രവർത്തികൾ നടക്കോ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, യേശു പ്രസംഗം കേൾപ്പിച്ച് വിടുന്നവനല്ല, യേശു തൃപ്തനാക്കി വിടുന്നവനാണ്. ഈ രാത്രി അത് ഈ രാത്രി ഈ പന്തലിനകത്ത് സംഭവിക്കാം. വിശ്വസിക്കുന്നവർ യേശുവേ നുറക്ക വിളിച്ചേ, വിശ്വസിക്കുന്നവർ യേശുവേ നുറക്ക വിളിച്ചേ. ഒരുപക്ഷെ ഇന്ന് വരെയോ നിങ്ങളുടെ വായി കൊണ്ട് ആ നാമം ഏറ്റുപറഞ്ഞു കാണത്തില്ല, ഒരുപക്ഷെ ഇന്ന് വരെയോ നിങ്ങൾ ആ നാമത്തെ ഏറ്റുപറഞ്ഞു കാണത്തില്ല. പക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്നു. ഈ രാത്രി നിങ്ങൾ വിശ്വാസത്തോടെ യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിച്ചാൽ നിങ്ങളെ തള്ളിയിടുന്ന, നിങ്ങളെ കരയിപ്പിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ ശൂന്യമാക്കുന്ന ആ ദുരാത്മാവിനെ യേശുവിന് രാത്രി ശാസിക്കുക. ഈ രാത്രി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വിശ്വാസത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞ്, യേശുവേ എന്നൊന്ന് വിളിച്ചു പറഞ്ഞ്, രക്ഷകാ എന്നൊന്ന് ഉറക്കെ വിളിച്ച്. ഒരുപക്ഷെ നിങ്ങൾ ഈ സമീപത്ത് എവിടെയെങ്കിലും ഒരു കുടുംബത്തിലായിരിക്കുക, ഒരുപക്ഷെ ഒരു കടത്തിണ്ണയിലായിരിക്കുക, ഒരുപക്ഷെ വഴിവക്കത്ത് എവിടെയെങ്കിലും നിന്ന് ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കുക. ഒരുപക്ഷെ നിരാശയുടെ പടുകുഴിയിൽ ഇനി ഒരുത്തനും എന്നെ സഹായിക്കത്തില്ലെന്ന് തോന്നിയിരിക്കുകയായിരിക്കുക. പക്ഷെ ഈ രാത്രി ഞങ്ങൾ ഉച്ചഭാഷണിയിൽ കൂടെ നിങ്ങളുടെ കാതുകളിലെ കലറിക്കൂവി വിളിച്ചു പറയുകയാണ്, നിങ്ങൾ യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിക്ക്, നിങ്ങൾ യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിക്ക്, നിങ്ങൾ യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിക്ക്. സ്തോത്ര, യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിക്ക്. അമ്മ പലപ്പോഴും ചോദിക്കുക, ഉച്ചഭാഷണിയും ഇത്രയും നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ ഉള്ളപ്പോഴോ പിന്നെന്തിനാ ഈ പാസ്റ്റർമാരൊക്കെ ഇങ്ങനെ അലറിക്കൂവുന്നതെന്ന്? എൻ്റെ സഹോദരങ്ങളെ, ഉച്ചഭാഷണി ഉണ്ടെങ്കിൽ തന്നെയോ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ ശബ്ദം എത്താവുന്നതിനും അപ്പുറത്തേക്ക് ഈ രക്ഷയുടെ സന്ദേശം എത്തണമെന്നാ. അത് ഞങ്ങൾ ശീലിച്ചു പോയതാ. അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരു 10 പേരുടെ മുമ്പാകെ ഒരു പെർഫോമൻസ് അല്ല ഞങ്ങളുടെ ശുശ്രൂഷ. പകരം ഞങ്ങളുടെ ശബ്ദം എവിടെ വരെ എത്തുമോ അത്രത്തോളം ഈ വിടുതൽ വ്യാപരിക്കണമെന്ന്. അതുകൊണ്ട് ഈ രാത്രി ഞങ്ങൾ അലറിക്കൂവി പറയുന്നത്, ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന്റെ നടുവിൽ യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിക്ക്. ഈ രാത്രി നിന്റെ കുടുംബത്തിലെ അശുദ്ധാത്മാക്കൾ, നിന്റെ തലമുറകളെ നശിപ്പിക്കുന്ന അശുദ്ധാത്മാക്കൾ, നിന്റെ ശുശ്രൂഷ, നിന്റെ കുടുംബജീവിതത്തെ നശിപ്പിക്കുന്ന അശുദ്ധാത്മാക്കൾ, നിന്റെ ശുശ്രൂഷയെ നശിപ്പിക്കുന്ന അശുദ്ധാത്മാക്കൾ, നിന്റെ സാമ്പത്തിക മേഖലയെ നശിപ്പിക്കുന്ന അശുദ്ധാത്മാക്കൾ, നിന്റെ വിദ്യാഭ്യാസത്തെ നശിപ്പിക്കുന്ന അശുദ്ധാത്മാക്കൾ ഈ രാത്രി യേശുവിന്റെ മുമ്പാകെ ഒതുങ്ങുന്നതിന് ഇന്ന് രാത്രി ആത്മ കണ്ണുകളിൽ കണ്ടേ. ഇതിനകത്തെ അഭിഷക്തന്മാർ, ദൈവ കൃപയുള്ളവർ, അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നേ ഇന്ന് വരെയോ യേശുവേ എന്ന് വായി കൊണ്ട് വിളിച്ചിട്ടില്ലെങ്കിൽ ഈ രാത്രി ഉറക്കെ വിളിച്ചോ, എന്റെ യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിച്ചോ. ഇന്ന് രാത്രി ഉറക്കെ വിളിച്ചോ, എന്റെ യേശുവേ എന്ന് ഉറക്കെ വിളിച്ചോ. ഇത് അത്ഭുതങ്ങളുടെ രാത്രിയാണ്. ഈ രാത്രി രോഗബന്ധനങ്ങൾ അഴിയുകയാണ്. അശുദ്ധാത്മാക്കൾ വിട്ടുപോകുമ്പോൾ ഇതിനകത്ത് രോഗങ്ങൾ സൗഖ്യമാകുകയാണ്. സകല പാരമ്പര്യ രോഗങ്ങളുടെ മേലോ ഇന്ന് രാത്രി അഭിഷേകം ചലിക്കുകയാണ്. ഇന്ന് രാത്രി സകല അപമാനത്തിന്റെ മേലോ പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവം ഇറങ്ങി വരികയോ നിന്റെ വീട്ടിനകത്തേക്ക്, നിന്റെ യുദ്ധമണ്ഡലത്തിലേക്ക്, നിന്റെ പ്രശ്നങ്ങളിലേക്ക് കണ്ണുനീരോടെ യേശുവേ ഉറക്കെ വിളിച്ചോ. വിശ്വാസത്തോടെ യേശു
യേശുവേ ഉറക്കെ വിളിച്ചോ. ആരും മൗനമായിരിക്കാതെ എല്ലാവരും ഉറക്കെ വിളിച്ച് യേശുവേ രക്ഷക. ഭൂതങ്ങൾ വിട്ടുപോക, സർവവ്യാധിയും മാറിപ്പോക. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ഭൂതങ്ങൾ വിട്ടുടൻ പോക, സർവവ്യാധിയും തീർന്നിടുമേ. എഴുന്നേൽക്കുന്ന പണിതീട, കാരണം തിരുകരങ്ങൾ നമ്മോട് കൂടെ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ഭൂതങ്ങൾ വിട്ടുപോക, രോഗികൾ സൗഖ്യമാക. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് യേശുവേ ഉറക്കെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാ. യേശുവിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്, ദൈവത്തിന്റെ കൃപ ഇതിനകത്തുണ്ട്. അഭിഷക്തന്മാർ ഞങ്ങൾ ഒരുമിച്ച് ദൈവ സാന്നിധ്യത്തെ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി ജനത്തിന് വേണ്ടി ഞങ്ങൾ ശുശ്രൂഷിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഒറ്റയ്ക്കല്ല, ഇന്ന് രാത്രി നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ചാണ്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പറയട്ടെ, ഈ രാത്രി നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട്, ഞങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക. ഒരു പക്ഷേ ഇതിന്റെ സമീപത്ത് എവിടെയെങ്കിലും നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ വിശ്വാസത്തോടെ ഈ പന്തലിലേക്ക് കയറി വാ. ഈ രാത്രി നിങ്ങളുടെ ചരിത്രം മാറോ, ഈ രാത്രി നിങ്ങളുടെ അവസ്ഥകൾ മാറോ. Some histories are going to be rewritten. ഇന്ന് രാത്രി ചില ചരിത്രങ്ങൾ തിരുത്തി എഴുതുകയോ, ഈ രാത്രി അവസ്ഥകൾ മാറുകയോ. ഇതായി രാത്രി ഇതിനകത്ത് ദൈവം ചിലരുടെ മേൽ അഭിഷേകത്തെ അയക്കുകയാ. ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാകാം, ഇന്ന് രാത്രി കടബാധ്യതകൾ നീങ്ങിപ്പോകാം, ഇന്ന് രാത്രി പാപങ്ങൾ മാറിപ്പോകാം, ഇന്ന് രാത്രി ശാപങ്ങൾ അഴിഞ്ഞു മാറാം, ഇന്ന് രാത്രി അവകാശം പറഞ്ഞു നിൽക്കുന്ന സകല ദേശാധിപ അന്ധകാരങ്ങളോ ഈ രാത്രി അഴിഞ്ഞു മാറാം. ഇന്ന് രാത്രി വിശ്വസിക്കുക, ഇതെന്റെ വിടുതലിന്റെ രാത്രിയാ, ഇതെന്റെ ജയത്തിന്റെ രാത്രിയാ, ഇതെന്റെ അനുഗ്രഹത്തിന്റെ രാത്രിയാ, ഇതെന്റെ ഉയർച്ചയുടെ രാത്രിയാ. ഇനി എന്റെ തലമുറ തള്ളിയിടപ്പെടത്തില്ല. നിന്റെ മാന്യതയെ തള്ളിയിടുമെന്ന് പറഞ്ഞ്, നിന്റെ പദവിയെ തള്ളിയിടുമെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന ശക്തികളുടെ നേരെ ഈ രാത്രി നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുകയാ. വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്നോ, വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്നോ. ഈ രാത്രി ഒരു അഭിഷേകം എന്നെ തൊടുമെന്ന്, ഈ രാത്രി ഒരു ദൈവകൃപ എന്നെ തൊടുമെന്ന് വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്നോ. അതരങ്ങൾ തുറന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. നിങ്ങൾക്ക് ഇതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ ഈ രാത്രി യേശുവേ എന്ന് ഉറക്കെ വിളിച്ചേ. റോമാലേഖനം 10:13, യോവേൽ 2:32 ആവർത്തിച്ച് വിളിച്ചു പറയുകയാണ്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഈ രാത്രി രക്ഷയ്ക്ക് 10,000 എഴുത്തുകുത്തുകളില്ല. ഒരൊറ്റ ഒരു കാര്യം, യേശുവേ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ഉറക്കെ വിളിച്ചേ യേശുവേ. അന്ധകാര ശക്തികൾ വിട്ടുമാറട്ടെ, രോഗശക്തികൾ വിട്ടുമാറട്ടെ, സമാധാനത്തെ നശിപ്പിക്കുന്ന സകല ഉൾപോരുകളും അഴിഞ്ഞു മാറട്ടെ. കാഴ്ചക്കാരായി നിൽക്കരുത്, കാഴ്ചക്കാരായി നിൽക്കരുത്. വിശ്വാസത്തോടെ